പ്രാർത്ഥിക്കുന്നു. ഉപവാസമായിരിക്കുന്ന ദൈവസഭയോടൊപ്പം ഈ വേളയിൽ ആയിരിക്കാൻ, ദൈവത്തിന്റെ വചനത്തെ ശുശ്രൂഷിപ്പാൻ സ്വർഗം എനിക്ക് ഒരുക്കിയ വലിയ അവസരത്തിന് രക്ഷകന്റെ പാദത്തിങ്കൽ ഞാൻ സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. നിങ്ങളേവരും ക്രിസ്തുവിൽ അനുഗ്രഹീതരും ധന്യരുമായിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ, കൃപയ്ക്കകത്ത് പൊതിയട്ടെ, ദൈവശക്തിയാൽ കാത്തുകൊള്ളട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ ഉപവാസ പ്രാർത്ഥനാ ദിനങ്ങളിൽ നിങ്ങളോടൊപ്പം ആയിരിക്കുമ്പോൾ പങ്കുവെപ്പാൻ തക്കവണ്ണം ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എൻ്റെ പക്കൽ ഭരമേൽപ്പിച്ച ദൂത് ഒരു വാക്യത്തിൽ അടിസ്ഥാനമായിട്ടുള്ള ഒരു വിഷയ അടിസ്ഥാനമായി മുമ്പോട്ട് പോകുവാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് രാത്രികാലം കർത്തൃസന്നിധാനത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നിറഞ്ഞ സ്നേഹത്തോടെ ആദരവോടെ വന്ദനങ്ങൾ അറിയിക്കുന്നു. ദൈവസഭയുടെ മേൽ ദൈവമാക്കി വെച്ചിരിക്കുന്ന ശ്രേഷ്ഠ ദൈവഭൃത്യൻ സണ്ണി ജോർജ് അവർകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ശ്രേഷ്ഠമായ ദൈവകൃപകൾ ശരീരത്തിലും ആത്മാവിലും മനസ്സിലും ഒരുപോലെ നൽകി ബലപ്പെടുത്തുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന ദൈവഭൃത്യനെ ഓർത്ത് സ്തുതിക്കുന്നു. ഇന്ന് പ്രാർത്ഥനയ്ക്കായി ഭവനം തുറന്നിട്ട അജിത് ബ്രദറിനെയും കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം ഈ പ്രാർത്ഥന, ഈ കൂടിവരവ് ആഗ്രഹത്തിന്റെ ഒരു വലിയ അനുഗ്രഹവും നന്മയുമാക്കട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹീതമായ വർഷിപ്പ് ലീഡ് ചെയ്ത ബ്രദർ ടിങ്കുവിനെയും ഓർത്ത് സ്തുതിക്കുന്നു. ദൈവം ധാരാളമായി നാം ഏവരെയും കൃപയിൽ പൊതിയട്ടെ. ഈ ദിവസങ്ങൾ പ്രാർത്ഥനയ്ക്കായി വേർതിരിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകളിൽ നാം അനുഗ്രഹം പ്രാപിക്കുന്ന ഒരളവുമുണ്ട്, പ്രാർത്ഥനകളിൽ മറുപടി പ്രാപിക്കുന്ന അനുഭവങ്ങളുണ്ട്, പ്രാർത്ഥനയിൽ വിടുതൽ പ്രാപിക്കുന്ന അനുഭവങ്ങളുണ്ട്. എന്നാൽ ഇതുപോലെ പ്രാർത്ഥനയിൽ നമുക്ക് പ്രാർത്ഥനയിൽ നമുക്ക് പ്രാപിക്കുവാൻ കഴിയുന്ന ഒരു വലിയ ശ്രേഷ്ഠകരമായ അനുഭവമാണ് പ്രാർത്ഥനയിൽ ശക്തി പ്രാപിക്കുക എന്ന് പറയുന്നതായ വിഷയം. പ്രാർത്ഥനയിൽ ശക്തി പ്രാപിക്കുക. സഹോദരങ്ങളെ, പ്രാർത്ഥനയിൽ ശക്തി പ്രാപിക്കുക. കർത്താവായ യേശുവിന്റെ പ്രാർത്ഥനകളിലൊക്കെയും യേശു പ്രാർത്ഥനയിൽ ശക്തിപ്പെടുന്ന ഒരനുഭവം ഉണ്ടായിരുന്നു. അതിന് ഒരു തെളിവായി നാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, യേശു കർത്താവ് ഗത്സമനയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശു കർത്താവിനെ ശക്തിപ്പെടുത്തുവാൻ തക്കവണ്ണം ദൂതൻ പ്രത്യക്ഷനായി എന്നവിടെ എഴുതിയിരിക്കുന്നത് കാണുവാൻ കഴിയും. യേശു കർത്താവിനെ പ്രാർത്ഥനയിൽ ശക്തിപ്പെടുത്തുവാൻ തക്കവണ്ണം ദൂതൻ പ്രത്യക്ഷനായി. അപ്പോൾ ഒരു ദൂതമണ്ഡലത്തിൽ കൂടെ യേശു കർത്താവിനെ ശക്തീകരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഇനിയും ദാനിയേൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദാനിയേലിന്റെ പ്രാർത്ഥനാ വേളയിൽ ദൂതൻ ഇറങ്ങി വന്ന് ദാനിയേലിനെ ശക്തിപ്പെടുത്തുന്നതിനെ നമുക്ക് കാണുവാൻ കഴിയും. ഇങ്ങനെ പ്രാർത്ഥനയിൽ ശക്തീകരിക്കപ്പെടുന്ന ഒരനുഭവമുണ്ട്. കർമ്മേലിന്റെ കൊടുമുടിയിൽ ഏലിയാവ് പ്രാർത്ഥിച്ച് നിമിഷാർത്ഥത്തിനുള്ളിൽ യാഗപീഠത്തിന്മേൽ തീയിറങ്ങി യാഗവസ്തുവും ദഹിപ്പിക്കപ്പെടുകയും അത്ഭുതകരമായ ഒരു പ്രവൃത്തി അവിടെ സംഭവിച്ചു. എന്നാൽ അതിനനന്തരമായി ഏലിയാവ് വീണ്ടും മലമുകളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഏലിയാവിന്റെ പ്രാർത്ഥനയുടെ 7 ഭാഗങ്ങൾ കഴിയുമ്പോഴാകുന്നു സമുദ്രത്തിൽ നിന്ന് കൈമേഘം പ്രത്യക്ഷപ്പെടുന്നത്. സമുദ്രത്തിൽ നിന്ന് കൈമേഘം പ്രത്യക്ഷപ്പെടുവാൻ 7 പ്രാവശ്യത്തോളം, അല്ലെങ്കിൽ തൻ്റെ ബാല്യക്കാരൻ സമുദ്രതീരത്തിലേക്ക് മലയുടെ മുകളിൽ നിന്ന് ഓടിയിറങ്ങി തിരികെ കയറി വരുന്ന 7 പ്രാവശ്യത്തോളം ഈ ഏലിയാവ് എന്ന മനുഷ്യൻ മുകളിൽ മുഴങ്കാലുകൾക്കിടയിൽ മുഖമിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുകയാണ്. എന്താണ് ഇതിന്റെ കാരണമെന്ന് ശ്രദ്ധിച്ചാൽ, ഏലിയാവ് കുറച്ചും കൂടെ പ്രാർത്ഥിച്ചാലേ മേഘം പൊങ്ങത്തുള്ളൂ, ഏലിയാവിന്റെ പ്രാർത്ഥന കുറച്ചും കൂടെ വരട്ടെ എന്ന് ചിന്തിച്ച് ദൈവം മേഘം പൊക്കാതിരിക്കുകയാണോ? അല്ല, അവിടെ ഏലിയാവിന്റെ പ്രാർത്ഥനയുടെ മേഘം പൊങ്ങുവാൻ തക്കവണ്ണം ദൂതന്റെ അടുക്കൽ ദൈവം പറയുകയാണ്. ഞാൻ അതിനെ ഇങ്ങനെ പറയും, നമ്മുടെയൊക്കെ മൊബൈലുകൾ ചാർജിനിടും. അപ്പൊ അതിനകത്ത് ഇങ്ങനെ 10%, 20%, 30%, 40%, 50% ഇങ്ങനെ നിറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതുപോലെ ദൈവം ഏലിയാവിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവം നോക്കുകയാണ്, ഏലിയാവ് ചാർജ് ആയോ എന്ന് നോക്കുകയാണ്. ആദ്യത്തെ പ്രാവശ്യം ഏലിയാവിന്റെ ബാല്യക്കാരൻ മുകളിൽ സമുദ്രതീരത്തേക്ക് വന്നപ്പോൾ ദൈവം ദൂതന്റെ അടുക്കൽ പറഞ്ഞു, ഇല്ല, ഏലിയാവ് 10% ചാർജ് ആയിട്ടുള്ളൂ. പിന്നെയും പോകുമ്പോൾ 30%, 40%, 50%. കാരണം ഈ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഏലിയാവിന് ആഹാബിന്റെ രഥങ്ങൾക്ക് മുൻപായി ഒരു വലിയ ഓട്ടം ഓടാനുണ്ട്. അപ്പൊ ഈ 7 പ്രാവശ്യം ബാല്യക്കാരൻ താഴെ പോയി മേളിൽ കയറി വരുമ്പോൾ മേഘം കാണാതിരിക്കുന്നത് ഏലിയാവിന്റെ പ്രാർത്ഥനയുടെ കുറവല്ല,
പക്ഷെ അവിടെ മേഘം വെളിപ്പെട്ടാൽ ഏലിയാവിന് പിന്നെ ചാർജ് ചെയ്യപ്പെടാൻ സമയമില്ല. സോ ഗോഡ് വാസ് വെയിറ്റിംഗ് ദർ ടു ചാർജ് എലൈജ. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പ്രാർത്ഥനകൾക്ക് മറുപടി താമസിക്കുന്നത് നമ്മൾ പിന്നെയും കുറച്ച് സമയം കൂടെ ആ പ്രാർത്ഥനാ മുറിയിൽ ഇരിക്കുവാൻ, നമ്മൾ പിന്നെയും കുറച്ച് സമയം കൂടെ ആ ദൈവ സാന്നിധ്യത്തിൽ ഇരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ദൈവം പല പ്രാർത്ഥനകൾക്കും വേഗത്തിൽ മറുപടി തരാത്തത്. കാരണം നമ്മൾ അവിടെ ആ പ്രാർത്ഥനാ പായിൽ ഇരിക്കുമ്പോൾ ദൈവം നമ്മളിൽ സ്വർഗത്തിൽ നിന്നൊരു ചാർജിങ് കേബിൾ കുത്തുകയാണ്. നമ്മളെ സ്പിരിച്വലി എംപവർ ചെയ്യുവാൻ തക്കവണ്ണം, നമ്മളെ ആത്മീകമായി എംപവർ ചെയ്യുവാൻ തക്കവണ്ണം. ഞാൻ ഓർപ്പിക്കട്ടെ സഹോദരങ്ങളെ, ആകയാൽ പ്രാർത്ഥന സംതിങ് മിയർ ആൻസേഴ്സ്, ഒരു മറുപടി കിട്ടുന്നു, ഒരു വിടുതൽ കിട്ടുന്നു എന്നുള്ളതല്ല പ്രാർത്ഥനയുടെ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന അനുഭവം. പ്രാർത്ഥനയിൽ ദൈവം നമ്മളെ ശക്തിപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ 84-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്, അവർ കണ്ണുനീർ താഴ്വരയിൽ കൂടി കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കുന്നു, അവർ ശക്തിയിന്മേൽ ശക്തി, മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു. ആ ബലത്തിൽ അവരുടെ ബലം ഫില്ല് ചെയ്യപ്പെട്ടാണ് അവരെന്ത് ചെയ്യുന്നത്? സിയോൻ എന്ന ദൈവനഗരിയിൽ, അവരുടെ ഡെസ്റ്റിനേഷനിൽ, അവരുടെ വാഗ്ദത്തത്തിൽ എത്തുക എന്നുള്ളത്. സഹോദരങ്ങളെ, ഞാനൊരു കാര്യം ഓർപ്പിക്കട്ടെ, മരുഭൂമിയിൽ മന്ന നൽകുക എന്നുള്ളതല്ല ദൈവത്തിന്റെ അൾട്ടിമേറ്റ് പർപ്പസ്. പകരം നമ്മളെ പിതാക്കൻ അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം ചെയ്തത്, നിന്റെ തലമുറയ്ക്ക് ഞാൻ 40 സംവത്സരം മരുഭൂമിയിൽ മന്ന കൊടുക്കാമെന്ന് ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്തില്ല. നിന്റെ തലമുറയെ 40 സംവത്സരം ഞാൻ മരുഭൂമിയിൽ ചെരുപ്പ് പഴകാതെ നടത്താമെന്ന് ദൈവം പറഞ്ഞില്ല. അത് പകരം ദൈവം അബ്രഹാമിന്റെ അടുക്കൽ 4 തലമുറകൾക്ക് മുൻപേ പറഞ്ഞ വാഗ്ദത്തം എന്താണ്? അബ്രഹാം, നിന്റെ സന്തതിക്ക് നീ കാൽ വെച്ചിരിക്കുന്ന ഈ ദേശം ഞാൻ അവകാശമാക്കി തരാം. അപ്പൊ ആ ഡെസ്റ്റിനേഷൻ ആയിരുന്നു പ്രോമിസ്, ആ ലാൻഡ് ആയിരുന്നു പ്രോമിസ്, ആ കനാനായിരുന്നു പ്രോമിസ്. ആ പ്രോമിസ് ലാൻഡിലേക്കുള്ള റൂട്ടിനകത്ത് ദൈവം ആഡ് ഓൺ ചെയ്തിരുന്നതായ ഗിഫ്റ്റുകളായിരുന്നു മന്നയും കാടയും ചെരുപ്പ് പഴകാത്തതും രോഗസൗഖ്യങ്ങളും നന്മകളും എല്ലാം. സോ ബിയോണ്ട് മന്ന, ബിയോണ്ട് സം ബ്ലെസ്സിങ്സ്, there was an ultimate goal, an ultimate destination place, an ultimate blessing. അതായിരുന്നു ഏറ്റവും ഇത്. ആകയാൽ നമ്മുടെ പ്രാർത്ഥനകളിൽ ചിലപ്പോൾ നമ്മുടെ ആൾക്കാരൊക്കെ പറയുന്നുണ്ട്, പണ്ടൊക്കെ ഞാനൊന്ന് പ്രാർത്ഥിച്ചാൽ അന്നേരം ദൈവം എനിക്ക് മറുപടി തരുമായിരുന്നു, പക്ഷെ ഇപ്പൊ ഞാൻ എത്ര പ്രാർത്ഥിച്ചാലും അങ്ങനെ ഫലിക്കുന്നില്ലെന്ന്. കാരണം അന്ന് നിങ്ങൾ പ്രാർത്ഥിച്ച് ഒട്ടനെ മറുപടി തന്നില്ലെങ്കിൽ നിങ്ങൾ ഇട്ടിട്ട് പോകുന്ന ദൈവത്തിന് അറിയാമായിരുന്നേ. അത് കാരണം നിങ്ങൾ ചോദിക്കുന്ന ഉടനെ ദൈവം ആ സാധനം തരും, ടു ഇൻക്രീസ് യുവർ ഫെയ്ത്ത്. അല്ലെങ്കിൽ നിങ്ങൾ ഇടറിപ്പോകും, നിങ്ങൾ പെട്ടെന്ന് ബഹളം വെക്കും. സ്തോത്രം. നമ്മുടെയൊക്കെ ഈ കൊച്ചു കുഞ്ഞുങ്ങൾ, ഒരു 4 വയസ്സുള്ള കുഞ്ഞുങ്ങളൊക്കെ പെപ്പ പിഗ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മൊബൈൽ നമ്മൾ അവരുടെ നിന്ന് പിടിച്ചു മേടിച്ചു കഴിഞ്ഞാൽ അവർ ഭയങ്കര ബഹളം വെക്കും. അപ്പൊ ആ മുറിയിൽ ഇരിക്കുന്നവരെല്ലാവരും പറയും, എന്താണെന്നറിയാം, അയ്യോ അതാ കൊടുത്തരുക, കൊച്ചിന്റെ കയ്യിൽ ഇരുന്നോട്ട് ഫോൺ, കൊച്ചിന്റെ കയ്യിൽ ഇരുന്നോട്ടെന്ന്. ഇതേ കൊച്ച് ഒരു 5 വയസ്സും കൂടെ കഴിഞ്ഞ് അവനൊരു 10 വയസ്സാവുന്ന സമയത്ത് അവന്റെ മൊബൈൽ ഇരുന്നാൽ അവിടെ ഇരിക്കുന്ന മുതിർന്നവർ പറയും, ആ കൊച്ചിന്റെ മൊബൈൽ മേടിച്ചു വെച്ചതെന്ന് പറയും. കണ്ടോ? അപ്പം അവനോടുള്ള സ്നേഹം കുറഞ്ഞു പോയതല്ല, അവനോടുള്ള ആർദ്രത കുറഞ്ഞു പോയതല്ല, പക്ഷേ ഹി ഈസ് ഗ്രോയിങ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എന്റെ ദൈവമക്കളോട് ഞാനൊരു കാര്യം പറയട്ടെ. ജീവിതത്തിൽ പ്രാർത്ഥനയുടെ മറുപടി പെട്ടെന്ന് കിട്ടുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു. അന്ന് നമ്മൾ വി വെർ ഇൻഫൻസ്. പക്ഷേ ഇന്ന് നമ്മൾ പ്രാർത്ഥിച്ചാൽ പല കാര്യങ്ങളും ദൈവം നമ്മളുടെ അടുക്കൽ ഉടനെ മറുപടി തരുന്നില്ല, ഉടനെ വിടുതൽ തരുന്നില്ല. പകരം നമ്മളെ ദൈവം പ്രാർത്ഥനയിൽ പിന്നെയും ഉത്സാഹിപ്പിക്കുകയാണ്. കാരണം വി ആർ ഓൺ അനദർ ലെവൽ ഓഫ് ക്രിസ്ത്യാനിറ്റി. അതുകൊണ്ടാണ് ദൈവം മറുപടികളെ താമസിപ്പിക്കുന്നത്. എൻ്റെ സഹോദരങ്ങളെ, താമസിച്ച് മറുപടി ലഭിക്കുന്ന വിഷയങ്ങളുടെ അത്ഭുതങ്ങളായി മാറ്റപ്പെടും. ഞാൻ ഓർപ്പിക്കട്ടെ, അബ്രഹാമിനും സാറയ്ക്കും 40-ാമത്തെ വയസ്സിൽ മക്കൾ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് നമുക്കാർക്കെങ്കിലും അതുകൊണ്ട് പ്രയോജനം ഉണ്ടായിരുന്നു? ഒരു പ്രയോജനവും ഇല്ല. നമ്മൾ ആരെങ്കിലും പ്രസംഗിക്കുമായിരുന്നോ? നോക്കൂ സഹോദരങ്ങളെ, അബ്രഹാമിനും സാറായിക്കും 40-ാമത്തെ വയസ്സിൽ 30-ാമത്തെ വയസ്സിൽ മക്കളെ നൽകിയ ദൈവം എത്ര ശക്തനാണെന്ന് നമ്മൾ ആരെങ്കിലും പ്രസംഗിക്കുമോ? ഒരിക്കലുമില്ല. നമ്മളെ ഒരിക്കലും അവരുടെ ലൈഫിന് മോട്ടിവേറ്റ് ചെയ്യാൻ കഴിയുമായിരുന്നോ? ഒരിക്കലും കഴിയുകയില്ല. പക്ഷേ 75-ാമത്തെ വയസ്സ് വരെ മിണ്ടാതിരുന്ന ദൈവം 75-ാമത്തെ വയസ്സിൽ വാഗ്ദത്തം നൽകി. പിന്നെയും 25 വർഷം അവിടെ ഇരുത്തി
ദീർഘക്ഷമ പഠിപ്പിച്ച് 100-ാമത്തെ വയസ്സിൽ നന്മ നൽകുമ്പോൾ മോട്ടിവേഷൻ ടു ജനറേഷൻസ് ആൻഡ് ജനറേഷൻസ്. ആമേൻ. എ ടെസ്റ്റിമണി ഓഫ് ഗോഡ്, an everlasting testimony. അങ്ങനെയെങ്കിൽ ദൈവം സംതിങ് മിയർ ആൻസേഴ്സ്, മിയർ ഡെലിവറൻസ്, അതിനെക്കാട്ടിലുപരി നമ്മളിൽ കൂടെ ദൈവം എന്തൊക്കെയോ ആഗ്രഹിക്കുന്നുണ്ട്, നമ്മളിൽ കൂടെ ദൈവം എന്തൊക്കെയോ പദ്ധതി ഇടുന്നുണ്ട്, നമ്മളിൽ കൂടെ ദൈവം എന്തൊക്കെയോ പ്ലാനുകൾ വയ്ക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ രാത്രി പൗർഷനിൽ ശുശ്രൂഷിച്ച് അവസാനിപ്പിക്കുമ്പോൾ ഞാനൊരു വാക്ക് പറഞ്ഞ് അവസാനിപ്പിച്ചിരുന്നു. ഉപവാസവും പ്രാർത്ഥനയും എന്ന്, ഉപവാസത്തോടു കൂടിയ പ്രാർത്ഥന എന്ന്. ഉപവാസത്തിന്റെ പ്രാധാന്യമാണ് കഴിഞ്ഞ രാത്രി ഞാൻ ഓർപ്പിച്ചത്. ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നതിന്റെ പ്രാധാന്യം. അതിനകത്ത് ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഒരു ഭാഗം പറഞ്ഞിരുന്നു. മത്തായി സുവിശേഷം 17-ാം അധ്യായത്തിൽ യേശു കർത്താവ് പറയുന്ന ഒരു ഭാഗമുണ്ട്. വിശ്വാസത്തോടു കൂടി നിങ്ങൾ മലയോട് നീങ്ങി കടലിൽ ചാടി പോകാൻ പറഞ്ഞാൽ പോകും. പക്ഷേ നിങ്ങൾ ഉപവസിച്ചാലും പ്രാർത്ഥിച്ചാലുമേ എന്ത് ചെയ്യത്തുള്ളൂ? ജാതികൾ നീങ്ങിപ്പോകത്തുള്ളൂ. എൻ്റെ സഹോദരങ്ങളെ, മല എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ സംഗതിയാണ്. ഇപ്പൊ ഞാൻ ആ മലയുടെ മുമ്പിൽ ചെന്നാലും മലയ്ക്ക് 1000 ഫീറ്റ് ഹൈറ്റ് ആണെങ്കിൽ ആ മലയ്ക്ക് 1000 ഫീറ്റ് ഹൈറ്റ് തന്നെ ആയിരിക്കും. ഇപ്പോ ചിക്കു അവിടെ പോയി നിന്നാലും മലയുടെ ഹൈറ്റ് 1000 അടി ആണെങ്കിൽ 1000 അടി തന്നെ ആയിരിക്കും. എന്നെ കാണുമ്പോൾ അത് 900 അടിയും ചിക്കുവിനെ കാണുമ്പോൾ അത് 1000 അടിയുമായി മാറത്തില്ല. പക്ഷെങ്കിൽ അതാണ് ആ വിധമായ പ്രശ്നങ്ങൾ. ഇറ്റ്സ് സിമിലർ, ഇറ്റ്സ് ഈക്വൽ, ഇറ്റ്സ് യൂണിക് ഫോർ എവരി. അത് എല്ലാവർക്കും എന്തായിരിക്കും? സെയിം ആയിരിക്കും ആ പരിശോധന. പക്ഷേ അതിനകത്ത് ജാതികളുണ്ട്. ആ ജാതികൾ എന്നെ കാണുമ്പോൾ ഇടപെടുന്നത് പോലെ ആയിരിക്കത്തില്ല ചിക്കുവിനെ കാണുമ്പോൾ ഇടപെടുന്നത്. എൻ്റെ കോളിങ്, എൻ്റെ വീക്ക്നെസ്സും അറിഞ്ഞായിരിക്കും അവൻ എനിക്കെതിരെ പോരടിക്കുന്നത്. ഞാൻ ഒരിക്കൽ കൂടെ പറയാം, എൻ്റെ കോളിങ്ങും എൻ്റെ വീക്ക്നെസ്സും. അടുത്തത് എൻ്റെ മേൽ കിടക്കുന്ന പ്രോമിസും എൻ്റെ മേൽ കിടക്കുന്ന കേഴ്സുകളും അറിഞ്ഞായിരിക്കും അവൻ എനിക്കെതിരെ പോരടിക്കുന്നത്. അപ്പോ ഒരു നാച്ചുറൽ മൗണ്ടനെ, ഒരു നാച്ചുറൽ ഹിൻഡ്രൻസിനെ ബ്രേക്ക് ചെയ്യാൻ നമുക്ക് വിശ്വാസം മതി. പക്ഷേ നമ്മളെ നന്നായി തിരിച്ചറിഞ്ഞ, മലയ്ക്ക് ഞാൻ ആരാ, ചിക്കു ആരാ, അല്ലെങ്കിൽ ലോകത്തിലെ ഏതൊരു മനുഷ്യനെ കണ്ടാലും മലയ്ക്ക് അങ്ങനെ സ്പെഷ്യാലിറ്റി ഇല്ല. മലയ്ക്ക് എല്ലാവരും ഒരുപോലെ തന്നെയാണ്. മല അതിന്റെ സ്വഭാവം കാണിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അതിനകത്തിരിക്കുന്ന ജാതികൾ, മനുഷ്യന്റെ മുഖം മാറുമ്പോൾ അവൻ വീർപ്പിക്കണോ, അവൻ ചൊട്ടിക്കണോ, അവൻ ക്രൂരമാകണോ, എന്ത് ചെയ്യണം? അപ്പൊ മനുഷ്യന്റെ മുഖം അറിഞ്ഞ്, നിന്റെ വിളി അറിഞ്ഞ്, നിന്റെ നിയോഗം അറിഞ്ഞ്, നിന്റെ മേൽ കിടക്കുന്ന വാഗ്ദത്വം അറിഞ്ഞ്, നിന്റെ മേൽ കിടക്കുന്ന ദൈവത്തിന്റെ പർപ്പസ് അറിഞ്ഞ് നിനക്കെതിരെ ഫൈറ്റ് ഇടുന്നതാണ് ജാതികൾ. പർവ്വതം അതല്ല. ആകയാൽ ഈ പർവ്വതങ്ങളെ മാറ്റുവാൻ വിശ്വാസം മതി. പക്ഷേ ജാതികളെ മാറ്റാൻ വിശ്വാസം പോരാ, അവിടെ ഉപവാസവും പ്രാർത്ഥനയും വേണം. 2 പത്രോസ് 1:5 അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുവീൻ എന്ന് പറയുകയാണ്. അപ്പൊ വിശ്വാസം മാത്രം പോരാ ഒരു ക്രിസ്തീയ ജീവിതത്തിൽ, അതിലപ്പുറമായ ഒരു വീര്യം കൂടെ ജീവിതത്തിൽ വേണം. വിശ്വാസത്തോടുകൂടെ വീര്യം. ആ വീര്യത്തിനകത്താണ് പ്രെയർ ലൈഫ് ഇരിക്കുന്നത്. ആ വീര്യത്തിനകത്താണ് ഫാസ്റ്റിംഗ് ഇരിക്കുന്നത്. സ്തോത്രം. ഞാനത് പറഞ്ഞു വരുമ്പോൾ ഞാൻ ഒന്നുകൂടെ പറയട്ടെ. ഞാൻ ജനിച്ചു വളർന്നത് ഒരു പെന്തക്കോസ്റ്റ് കമ്മ്യൂണിറ്റിയിലാണ്. ആ പെന്തക്കോസ്റ്റ് കമ്മ്യൂണിറ്റിയിൽ കർശനമായി പറയുന്ന ഒരു ഉപദേശമുണ്ട്, നിങ്ങൾ ഫാസ്റ്റ് ചെയ്യരുതെന്ന് പറയും. ഈവൻ ശുശ്രൂഷകരുടെ അടുക്കൽ പോലും പറഞ്ഞു, ഒരു കാരണവശാലും ഫാസ്റ്റ് ചെയ്യരുതെന്ന് പറയും. നമ്മളെ ഫാസ്റ്റ് ചെയ്യാൻ സമ്മതിക്കത്തില്ല. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ, ഫാസ്റ്റ് ചെയ്താൽ പോരാട്ടം വരും എന്നുള്ളത് സത്യമായ കാര്യമാണ് സഹോദരങ്ങളെ. ഫാസ്റ്റ് ചെയ്താൽ പോരാട്ടം വരും. ഫാസ്റ്റ് ചെയ്യാത്തവൻ ഒരിക്കലും പോരാട്ടമേ ഉണ്ടാകത്തില്ല. ഞാൻ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, യേശു കർത്താവ് മരുഭൂമിയിലേക്ക് പോയി 40 ദിവസങ്ങൾ യേശു ഉപവസിച്ച് കഴിഞ്ഞ ഉടനെ എന്ത് ചെയ്തെന്നറിയാമോ? യേശുവിനെതിരെ ശത്രു എഴുന്നേറ്റ് വന്നു. എൻ്റെ സഹോദരങ്ങളെ, ഉപവസിക്കാതിരുന്ന ആ സമയം വരെ യേശുവിന് നേരെ പിശാച് എഴുന്നേറ്റ് വന്നോ? എഴുന്നേറ്റ് വന്നില്ല. അപ്പൊ ഇനിയും അടുത്ത ഒരു കാര്യം, പൗലോസ് മാൾട്ടയിലേക്ക് കടന്നുപോയി. പൗലോസ് മാൾട്ടയിലേക്ക് കടന്നു പോകുമ്പോൾ, സ്തോത്രം, മാൾട്ടയിൽ തീ കത്തുന്നുണ്ടായിരുന്നു. ആ തീ എന്ന് പറയുന്നത് ടു ഓവർകം ദ ക്ലൈമറ്റ്, ദ നാച്ചുറൽ പ്രകൃതിയാവുള്ള പ്രതിസന്ധികളെ മറികടക്കാൻ തക്കവണ്ണമുള്ള ഒരു തീ ഉണ്ടായിരുന്നു. ഞാൻ ആ തീയെ ഇങ്ങനെ പറയും, എ ഫയർ ടു സർവൈവ്.
ഒരു ഫയർ ടു സർവൈവ്. ആ രാത്രി ഒന്ന് മറികടക്കാനുള്ള ഒരു തീയായിരുന്നു. പക്ഷെ പൗലോസ് ചെന്ന് കഴിഞ്ഞപ്പോൾ ആ തീയുടെ ടെമ്പറേച്ചർ കൂട്ടി. ആ തീയുടെ ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയാമോ? അണലി വെളിയിൽ ചാടാൻ തുടങ്ങി. ഇതാണ് ഉപവസിക്കുന്ന ഒരു ദൈവ പൈതലിന്റെ പ്രത്യേകത. നമ്മൾ രാവിലെ ബൈബിൾ വായിച്ചു, വൈകിട്ട് ബൈബിൾ വായിച്ചു, ഒരു സങ്കീർത്തനം വായിച്ചു, നമ്മൾ കുടുംബ പ്രാർത്ഥന നടത്തി, യേശുവേ സഹായിക്കുന്ന ദൈവമേ, സ്തോത്ര ദൈവമേ, നമ്മളിങ്ങനെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ അണലികളെല്ലാം അകത്ത് സമാധാനമായി കിടന്നോളും, പാമ്പുകളെല്ലാം സമാധാനമായിട്ട് കിടന്നോളും, ഒരു പ്രശ്നം ഉണ്ടാക്കത്തില്ല. നമ്മുടെ കയ്യിലെ ചങ്ങലയെല്ലാം അവിടെ തന്നെ കിടന്നോളും, നമ്മുടെ കഴുത്തേലെ തോളിലെ മുഖങ്ങളെല്ലാം അവിടെ തന്നെ കിടന്നോളും. ഒരിക്കലും നമുക്കൊരു അറ്റാക്ക് ഉണ്ടാകത്തില്ല. പകരം നമ്മൾ അണ്ടർ ദ ബോണ്ടേജ്, നമ്മൾ ആ മുഖത്തിന്റെ കീഴിൽ, നമ്മൾ ആ യോക്കിന്റെ കീഴിൽ, നമ്മൾ ആ ബോണ്ടേജിന്റെ അകത്തു തന്നെ ആയിരിക്കും. ബട്ട് whenever we start fasting and prayer, the temperature will be increased. The fire will be kindled. അവിടെ എന്ത് സംഭവിക്കും? സാത്താൻ ഇരിക്കപ്പുറതി ഇല്ലാതാകും. ഇരിക്കപ്പുറതി ഇല്ലാതെ അവൻ ഇളക്കപ്പെടുമ്പോൾ അവൻ നമ്മളെ തിരിച്ച് അടിച്ചു തുടങ്ങും. ഇതാണ് ഇപ്പോൾ ഈ ഉപവാസ പ്രാർത്ഥനകൾ തീരുമ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക ദൈവമക്കളെ. ഉപവാസ പ്രാർത്ഥന കഴിയുന്ന ഉടനെ സഭയിൽ ഒരു അനുഗ്രഹം, ഭയങ്കര ഒരു ഉണർവ്, ഭയങ്കര ഒരു നന്മ, ഒരു 100 വിശ്വാസികൾ വരും. അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ. ഇതുവരെ അങ്ങനെ സംഭവിച്ചിട്ടില്ലല്ലോ. ഉപവാസ പ്രാർത്ഥന കഴിയുന്നതിന്റെ പിറ്റേ ദിവസം നിങ്ങൾക്ക് കമ്പനിയിൽ ഒരിക്കലും ഇല്ലാത്തതുപോലെ ടെൻഷൻ, ഒരിക്കലും ഇല്ലാത്തതുപോലെ സമാധാനക്കേട്, ഒരിക്കലും ഇല്ലാത്തതുപോലെ പ്രശ്നം ഉണ്ടായിട്ടില്ലേ? അങ്ങനെയല്ലേ സംഭവിച്ചിട്ടുള്ളൂ ഇന്നുവരെ. കാരണം നമ്മുടെ ഫാസ്റ്റിംഗ് പിശാചിനെ തൊട്ടു, അവന്റെ ഇരിക്കപ്പുറതിയെ ഇളക്കി, അവന്റെ റെസ്റ്റിംഗ് പ്ലേസിനെ പൊളിച്ചു എന്നുള്ളതിന്റെ ഒരു അടയാളമാണ്. അങ്ങനെ പ്രാർത്ഥനയെ കുറിച്ച് നമുക്കൊരു നല്ല അവബോധം ഉണ്ടായിരിക്കണം. അല്ല, ഈ ഉപവാസ പ്രാർത്ഥനയിലെങ്കിലും പലപ്പോഴും നമ്മൾ ഫാസ്റ്റിങ്ങിൽ ഇരിക്കുമ്പോൾ നമ്മുടെ അടുക്കൽ വന്ന് ചിലർ പറയും, പക്ഷെ പ്രത്യേകം പ്രാർത്ഥിക്കണം, ഈ ഉപവാസ പ്രാർത്ഥനയിലെങ്കിലും ഒരു വിടുതൽ കിട്ടണം എന്നുള്ള ആഗ്രഹത്തിലാണ് വന്നിരിക്കുന്നത്, ഈ ഉപവാസ പ്രാർത്ഥന കഴിയുന്നതിന് മുമ്പ് തന്നെ ദൈവം ചിലത് ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയും. എൻ്റെ സഹോദരങ്ങളെ, വാസ്തവത്തിൽ അങ്ങനെ ഒരു സംഗതി ഇല്ല. ഉപവാസ പ്രാർത്ഥനയിൽ ദൈവം നമ്മളെ കുറച്ചും കൂടെ എംപവർ ചെയ്ത് ദൈവം പ്ലോട്ട് റെഡിയാക്കിയിടുകയാണ്. ആമേൻ. ആ പ്ലോട്ട് റെഡിയാക്കുകയും നമ്മളെ അതിനായിട്ട് കുറച്ചും കൂടെ പ്രാപ്തരാക്കുകയുമാണ്. ആകയാൽ ഈ ഉപവാസ പ്രാർത്ഥനകളുടെ റിസൾട്ട് ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോഴല്ല വെളിപ്പെടുന്നത്. ഉപവാസ പ്രാർത്ഥനയുടെ റിസൾട്ട് ദൈവം നമുക്ക് വേണ്ടി ഓൾറെഡി ചെയ്തു വെച്ചിരിക്കുന്നു. ആ റിസൾട്ടിലേക്കുള്ള റൂട്ട് ക്ലിയർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഉപവാസ പ്രാർത്ഥനകൾ നമ്മളെ ചെയ്യുന്നത്. നമ്മൾ ഈ 4 ദിവസം ഉപവാസിക്കുന്നത് കണ്ട് ദൈവം നമുക്ക് ഒരു കാര്യം ചെയ്തു തരേണ്ട ആവശ്യമില്ല. ഓൾറെഡി ഗോഡ് റിസർവ്ഡ് ഇറ്റ്. പിന്നെ ആ റിസർവേഷൻ പ്ലേസിലേക്കുള്ള ഒരു റൂട്ട് ക്ലിയറൻസ് മാത്രമാണ് ഈ ഉപവാസ പ്രാർത്ഥനകളിൽ കൂടെ ദൈവം നമുക്ക് ചെയ്തു നൽകുന്നത്. അപ്പോൾ ഈ പ്രാർത്ഥനയിലേക്ക് നാം കടക്കുമ്പോൾ നമുക്കെല്ലാം അറിയാവുന്നതായ ഭാഗങ്ങളാണ് പറയുന്നത്. പ്രാർത്ഥനയുടെ ഒരു 7 ഭാഗങ്ങളെ പറഞ്ഞിട്ട് ഞാൻ അതിൽ ഒരു പോയിന്റ് എടുത്ത് ഇന്നും നാളെയുമായിട്ട് പറയാനാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾ പ്രാർത്ഥനയിൽ ഒന്നാമത് ഞാൻ ആദ്യം പറയുന്ന 3-4 വിഷയങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ് കേട്ടോ. പക്ഷെ ഞാനത് അതിന്റെ ഒരു ഇൻട്രോ പറയാതെ ഞാൻ അതിലേക്ക് കയറുന്നത് കൊണ്ട് കാര്യമില്ല. ഒന്നാമത് നമ്മുടെ പ്രാർത്ഥനകൾ വിശ്വാസത്തോടു കൂടി ആയിരിക്കണം. വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന മാത്രമേ ദൈവത്തെ പ്രസാദിപ്പിക്കത്തുള്ളൂ. എബ്രായർ 11:6 പറയുന്നുണ്ടല്ലോ, വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയത്തില്ല. അങ്ങനെയെങ്കിൽ ഞാൻ പറയട്ടെ, നമ്മൾ വിശ്വാസമില്ലാതെ ആകുലതകളോടുകൂടെ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ, സങ്കടത്തോടുകൂടെ കർത്താവേ എനിക്ക് ആരുമില്ല, കർത്താവേ ഞാൻ എന്താ കർത്താവേ ഇങ്ങനെ ആയിപ്പോ, എത്ര നാളുകൊണ്ട് ഉപവാസവും പ്രാർത്ഥനയാ കർത്താവേ, പ്രാർത്ഥിച്ച് എന്റെ കുടല് തീരുക കർത്താവേ, ഈ ഉപവാസത്തിൽ എങ്കിലും എന്തേലും നടക്കുമോ എന്റെ ദൈവമേ, ഈ ഒരു മൈൻഡ് സെറ്റോടു കൂടി നമ്മൾ ഉപവസിക്കുവാൻ ഇരുന്ന് കഴിഞ്ഞാൽ we cannot please God through this fasting. പകരം വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കണം. ഇന്നലകളിൽ ഞാൻ കഴിച്ച ഉപവാസങ്ങളാണ് എന്നെ നിലനിർത്തിയിരിക്കുന്നത്. ഇന്നലകളിൽ ഞാൻ കഴിച്ച ഉപവാസങ്ങളിൽ മനുഷ്യൻ കാണത്തക്കവണ്ണം വിടുതലുകൾ ഒന്നും സംഭവിച്ചില്ലെങ്കിലോ എൻ്റെ ദൈവം എന്നിൽ അത്ഭുതകരമായി പണിതുകൊണ്ടിരിക്കുകയായിരുന്നു. He was doing something miraculously, wonderfully. So ഒരു ഡീപ് ഫെയ്ത്തിനകത്തായിരിക്കണം പ്രാർത്ഥിക്കുന്ന. അതുകൊണ്ടാണ് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത്, വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കുന്നു. സോ അവർ പ്രേയർ മസ്റ്റ് ബി മെർജ്ഡ് വിത്ത് ഫെയ്ത്ത്. വിശ്വാസത്തിനകത്ത് ചേർത്തതായിരിക്കണം നമ്മുടെ പ്രാർത്ഥനകൾ. എന്റെ സഹോദരങ്ങളെ, വിശ്വാസം പ്രാർത്ഥന ചേർത്തതായിരിക്കണം. ഞാൻ അതിനെ എപ്പോഴും ഇങ്ങനെയാണ് പറയുന്നത്, വിശ്വാസത്തിനോട് പ്രാർത്ഥന ചേർത്തിരിക്കണം.
അത് സ്തോത്രത്തിൽ പൊതിഞ്ഞതായിരിക്കണം. സ്തോത്രത്തിൽ പൊതിഞ്ഞായിരിക്കണം പ്രാർത്ഥനകൾ ദൈവത്തിന് കൊടുക്കുന്നത്. എൻ്റെ സഹോദരങ്ങളെ, പണ്ട് കാലത്തൊക്കെ നമ്മൾ വൈറ്റ് കേക്ക്, പ്ലം കേക്ക്, അല്ലെങ്കിൽ ഗീ കേക്ക്, ഇങ്ങനത്തെ മാത്രമേ ഉള്ളായിരുന്നു. പക്ഷെ ഇന്നത്തെ നമ്മുടെ കുട്ടികൾക്കൊന്നും അങ്ങനത്തെ കേക്കുകളേ ഇഷ്ടമല്ല. അവർക്ക് ആ ഒരു കേക്ക് എന്ന് പറയുന്ന, അവർക്ക് അത് കേക്ക് ആണെന്ന് അവർ സമ്മതിച്ചു തരത്തില്ല. അവരെ സംബന്ധിച്ച് ഇന്ന് കേക്ക് എന്ന് പറയുന്നത് പേസ്ട്രീസ്, മണ്ടയ്ക്ക് ക്രീം ചെയ്തിരിക്കുന്ന ക്രീം ലെയേഴ്സ് ഉള്ളതാണ് അവരെ സംബന്ധിച്ച് ഇന്ന് കേക്ക് എന്ന് പറയുന്നത്. ഇതുപോലെ നമ്മളുടെ ആവശ്യങ്ങൾ ആ കേക്ക് പോലെ ബ്രെഡ് ഭാഗമായിരിക്കുമ്പോൾ അതിനെ ഫുള്ള് ക്രീം കൊണ്ട് ലെയർ ചെയ്യുന്നത് പോലെ സ്തോത്രം കൊണ്ട് ലെയർ ചെയ്യുന്നതായിരിക്കണം നമ്മളുടെ പ്രാർത്ഥനകൾ. സ്തോത്രം, നമ്മുടെ പ്രാർത്ഥനകൾ സ്തോത്രം പിറുപിറുപ്പും സംഗതിയും കൊണ്ട് അല്ല. എൻ്റെ സഹോദരങ്ങളെ, ഇസ്രായേൽ മരുഭൂമിയിൽ നിന്ന് പുറപ്പെട്ട് ചെങ്കടലിൽ നിലവിളിച്ചത് പ്രശ്നം, മാറായിൽ നിലവിളിച്ചത് പ്രശ്നം, മെരീബയിൽ നിലവിളിച്ചത് പ്രശ്നം, ഓരോ പ്രശ്നങ്ങളുടെ നടുവിലും അവർ നിലവിളിച്ചത് പ്രശ്നം. ഞാൻ സൺഡേ സ്കൂൾ പഠിക്കുമ്പോൾ ഒക്കെ മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ട്, എടാ ഇവര് നിലവിളിക്കുന്നതിനകത്ത് ദൈവം എന്തിനാ ഇത്ര കോപിക്കുന്നത്? വഴിയില്ലാത്ത ചെങ്കടലിന്റെ തീരത്ത് വന്നത് ജനം നിലവിളിച്ചതിനകത്തും ദൈവം പറയാം, അവരെന്നോട് നിലവിളിച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. 3 ദിവസം വെള്ളം കിട്ടാതെ മരുഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞ് മാറായി വന്നിട്ട് വെള്ളം കുടിക്കാൻ തുടങ്ങിയപ്പോൾ അത് അവരവിടെ കിടന്ന് നിലവിളിച്ചപ്പോഴും ദൈവത്തിന് ഇഷ്ടപ്പെടുന്നില്ല. ഞാനിങ്ങനെ ചിന്തിച്ച്, കർത്താവേ, ഇവര് കരഞ്ഞതല്ലേ? ഞാനായിരുന്നെങ്കിൽ 3 ദിവസം വെള്ളം കിട്ടണ്ട 1ാമത്തെ ദിവസം വൈകിട്ട് ഞാൻ കിടന്ന് നിലവിളിച്ചേനെ. എന്താ കർത്താവ് ഇവര് നിലവിളിച്ചപ്പോൾ ദൈവത്തിന് ഇഷ്ടക്കേട് വന്നത്? പക്ഷേ ഇസ്രായേൽ നിലവിളിക്കുമ്പോൾ മോശ എന്ത് ചെയ്യുകയായിരുന്നു എന്നറിയാമോ? മോശ ദൈവത്തോട്, കർത്താവെ ഒരു വഴി കാണിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. ഒരു വഴി കാണിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. ഇസ്രായേൽ ചോദിക്കുന്നത് മുഴുവൻ, ഞങ്ങളെ എന്തിനാണോ പുറപ്പെടുവിച്ച്, എന്തോ ദോഷമാണോ, ആരീതമാണോ കർത്താവേ, ഏത് കഷ്ടകാലത്തിലാണോ ഇറങ്ങാൻ നോക്കിയത്? ഈ വിധമായിട്ടുള്ള they were not confident in their decisions. അവരുടെ തീരുമാനങ്ങളിൽ, അവരുടെ ഇന്നോവേഷൻ എൻഡ്യൂഴ്സിൽ അവരൊരിക്കലും കോൺഫിഡന്റ് ആയിരുന്നില്ല. അവരെപ്പോഴും അധൈര്യപ്പെടുകയായിരുന്നു. പക്ഷേ മോശ ഓരോ പ്രതിസന്ധിയിലും ഇതിനകത്തും ദൈവത്തിനൊരു വഴിയുണ്ട്, ഇതിനകത്തും ദൈവത്തിനൊരു വഴിയുണ്ട്, ഇതിനകത്തും ദൈവത്തിനൊരു വഴിയുണ്ട്. അമ്മേ, മോശ അവിടെ അങ്ങനെ വിശ്വസിക്കുകയായിരുന്നു. ഇനി മോശയുടെ അടുക്കൽ എന്തോ ഒരു മണ്ടത്തരം ദൈവം പറഞ്ഞാലും മോശ അതങ്ങ് ചെയ്യുമായിരുന്നു. മാറയുടെ തീരത്തൊരു വൃക്ഷം നിൽക്കുകയാണ്. മാറയുടെ തീരത്തൊരു വൃക്ഷം നിൽക്കുന്നു. എന്നിട്ട് ദൈവം മോശയുടെ അടുക്ക പറയാം, മോശെ, ആ വൃക്ഷത്തിന്റെ കൊമ്പ് നീ ഒരെണ്ണം വെട്ടി ഈ വെള്ളത്തിലിട്, വെള്ളം മധുരമായി മാറുമെന്ന്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ആ വൃക്ഷത്തിൽ കയറിയിരിക്കുന്ന, ആ വൃക്ഷം വളർന്നത് മുഴുവനും ഈ മാറയിലെ വെള്ളം കുടിച്ചിട്ടാ. ആ വൃക്ഷത്തിനകത്ത് ഇല വന്നത് ഈ മാറയിലെ വെള്ളം കുടിച്ചിട്ടാ. ആ വൃക്ഷത്തിന് കൊമ്പ് വന്നത് ഈ മാറയിലെ വെള്ളം കുടിച്ചിട്ടാ. അപ്പൊ വാസ്തവത്തിൽ ഈ വൃക്ഷം മുഴുവനും ഈ മാറയിലെ വെള്ളം, മാറയിലെ വെള്ളം കുടിച്ച് പൊങ്ങി വന്ന ഈ വൃക്ഷം വെട്ടി മാറയിലിട്ട് അസുഖമാകുമെന്ന്, അതിലെ കയ്പ് മാറുമെന്ന് പറഞ്ഞാൽ ലോകത്തിൽ ആരെങ്കിലും അത് വിശ്വസിക്കുമോ? അതേസമയം 100 കിലോമീറ്റർ അപ്പുറത്തുള്ള നല്ല നദീതീരത്ത് നിന്ന് ഒരു മരം വെട്ടിക്കൊണ്ടുപോവാ. എടാ, ഇന്ത്യയിൽ ഗംഗ എന്നൊരു പറയുന്ന നദിയുണ്ട്, അതിന്റെ തീരത്തൊരു മരം കൊപ്പുണ്ട്, നീ അത് വെട്ടി ഇവിടെ കൊണ്ടിടെന്ന് പറഞ്ഞാൽ മോശ വിശ്വസിക്കാൻ ന്യായമുണ്ട്. പക്ഷേ കയ്പ് നിറഞ്ഞു നിൽക്കുന്ന മാറയുടെ തീരത്ത് നിൽക്കുന്ന ആ മരത്തെ വെട്ടി ഇതിനകത്ത് ഇടാൻ പറഞ്ഞപ്പം പുള്ളിക്കാരൻ ധൈര്യമായിട്ട് ചെയ്തു. ഹി ബിലീവ്ഡ്. ആ മരത്തിനകത്ത് സൗഖ്യമുണ്ട്, ആ മരത്തിനകത്ത് കയ്പിനെ മാറ്റാൻ കഴിയുമെന്ന്. ഞാൻ അതിനകത്തുനിന്ന് തിരിച്ചൊരു കാര്യം കൂടെ പറയാം. എന്റെ സഹോദരങ്ങളെ, മാറയുടെ കയ്പ് മാറ്റിയത് ആരാണെന്നറിയാമോ? മാറയിലെ വെള്ളം കുടിച്ച് വളർന്ന വൃക്ഷമാണ് മാറയുടെ കയ്പ് മാറ്റിയത്. ഞാൻ ഇന്ന് അതിനകത്തുനിന്ന് ഒരു കാര്യം പറയാം. നിങ്ങളുടെ കുടുംബം ഒരു മാറയാകട്ടെ. നിങ്ങളുടെ മാതാപിതാക്കൾ മാറയായിരിക്കാം, നിങ്ങളുടെ ഫാമിലി മാറയായിരിക്കാം. ഒത്തിരി കേഴ്സിന്റെ മാറ, ഒത്തിരി സിക്നെസിന്റെ മാറ, ഒത്തിരി പോവേർട്ടിയുടെ മാറ, അങ്ങനെ പോവേർട്ടിയുടെ ബിറ്റർനെസ്, സിക്നെസിന്റെ ബിറ്റർനെസ്, കേഴ്സസിന്റെ ബിറ്റർനെസ്, ഇങ്ങനെ ഒത്തിരി ബിറ്റർനെസ് നിങ്ങളുടെ ഫാമിലിക്കകത്ത് കാണും. ഈ ബിറ്റർനെസ് കുടിച്ച്, ഈ പോവേർട്ടിയുടെ ബിറ്റർനെസ് കുടിച്ച്, ഈ ഈ ഈ ഈ നിന്നയുടെ ബിറ്റർനെസ് കുടിച്ചായിരിക്കും നിങ്ങൾ കയറി വന്നത്. പക്ഷെ നിങ്ങൾക്കൊരു കൃപ അകത്ത് കിടപ്പുണ്ട്. നിങ്ങൾ തിരിഞ്ഞ് ഈ ഫാമിലിയെ ഒന്ന് തൊട്ടാൽ ആ ഫാമിലിയെ തിരിക്കാൻ നിങ്ങൾക്ക് കഴിയും. ആമേൻ, സ്തോത്രം. ഞാൻ അവിടെ നിന്ന് മുമ്പോട്ട് വരികയാണ്. അപ്പോ മോശ എല്ലാ സാഹചര്യങ്ങളിലും ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ഹി വാസ് സെർച്ചിങ് ഫോർ സം പോസിബിലിറ്റീസ്. നമ്മുടെ പ്രാർത്ഥനകൾ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന, ദൈവത്തിന്റെ കഴിവിൽ വിശ്വസിച്ച് നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മുടെ പ്രശ്നങ്ങളുടെ വലുപ്പത്തിൽ ആശങ്കപ്പെട്ടല്ല, ദൈവത്തിന്റെ പ്രാപ്തിയിൽ വിശ്വസിച്ച് നാം പ്രാർത്ഥിക്കുക. വിശ്വാസം കൂടാതെ
ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല. അങ്ങനെയെങ്കിൽ ഞാൻ പറയട്ടെ, നമ്മുടെ പ്രാർത്ഥനകളിൽ വിശ്വാസമില്ല എങ്കിൽ നമ്മുടെ പ്രാർത്ഥനകളെ നോക്കി ദൈവം ഒരിക്കലും ചിരിക്കത്തില്ല. നമ്മുടെ പ്രാർത്ഥനകളെ നോക്കി ദൈവം ഒത്തിരി സങ്കടപ്പെടുന്നവരായിരിക്കും. എൻ്റെ സഹോദരങ്ങളെ, നമുക്ക് സുപരിചിതമായിരിക്കുന്ന ഒരു വേദഭാഗമുണ്ട്. ഇസഹാക്ക് റബേക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവം അവളുടെ ഗർഭം തുറന്നു. പക്ഷെ അവളുടെ ഗർഭത്തിൽ പിള്ളകൾ തിക്കിയപ്പോൾ റബേക്ക ദൈവത്തോട് ചോദിക്കാൻ തക്കവണ്ണം ദൈവസന്നിധിയിലേക്ക് പോയി. ഞാൻ എപ്പോഴും ആ വാക്യം വായിച്ചതിന് ശേഷം ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിൽ ചിന്തിക്കുന്ന ഒരു വിഷയമാണ്, ഐ വിൽ നെവർ ഗോ ടു ഹിസ് പ്രസൻസ് ടു ക്വസ്റ്റ്യൻ ഹിം. ദൈവത്തെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഞാൻ ഒരിക്കലും പോകത്തില്ല. ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ 2 തീരുമാനങ്ങൾ എനിക്കുണ്ട്. ഒന്ന്, ഐ വിൽ നെവർ ക്വസ്റ്റ്യൻ ഹിം. 2, സ്തോത്രം, ഞാൻ ആരുടെയും പരദൂഷണം ദൈവസന്നിധിയിൽ പറയത്തില്ല. ഞാൻ ആരുടെയും കുറ്റം ദൈവസന്നിധിയിൽ പറയത്തില്ല. 2 കാര്യങ്ങൾ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ എനിക്ക് ഉറപ്പുള്ള വിഷയമാണ്. ഞാൻ ഒരിക്കലും ദൈവത്തെ ക്വസ്റ്റ്യൻ ചെയ്യത്തില്ല. 2, ഞാൻ മനുഷ്യരുടെ കുറ്റം ദൈവത്തോട് പറയത്തില്ല. ചിലപ്പോൾ ദൈവത്തിന്റെ അടുക്കൽ പിണങ്ങുമായിരിക്കും. ഇത് പ്രാർത്ഥന പായ വിരിച്ചിട്ട് മിണ്ടാതിരിക്കുമായിരിക്കും. പറയാൻ ഒരു വാക്കില്ലായിരിക്കാം. ചിലപ്പോൾ ഏങ്ങി കരയുമായിരിക്കും. ചിലപ്പോൾ പൊട്ടനെ പോലെ ദൈവസന്നിധിയിലിരുന്ന് സങ്കടപ്പെടുമായിരിക്കും. പരാതി പറയുമായിരിക്കും. ബലഹീനതകൾ പറയുമായിരിക്കും. പക്ഷെ 2 കാര്യങ്ങൾ ഞാൻ ചെയ്യത്തില്ല. ഐ വിൽ നോട്ട് ക്വസ്റ്റ്യൻ മൈ ഗോഡ്. ദൈവത്തോട് എന്താ കർത്താവ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിക്കത്തില്ല. 2, ഒരു മനുഷ്യന്, ഏതൊരു വ്യക്തി എനിക്കെതിരെ എന്ത് ചെയ്താലും പറഞ്ഞാലും ഞാൻ ആ വ്യക്തിയുടെ പേര്, ആ വ്യക്തി എന്നോട് ഇങ്ങനെ ചെയ്തു എന്ന് ഞാൻ ദൈവസന്നിധിയിൽ പറയത്തില്ല. കാരണം എനിക്ക് ഭയങ്കരമായ ഒരു ഭയമുണ്ട്. ഒരുപക്ഷെ എന്റെ പ്രാർത്ഥന വാചകത്തിൽ തട്ടിയ മനുഷ്യന്റെ മേൽ ദൈവത്തിന്റെ ശിക്ഷ വീഴരുത്. എന്റെ സങ്കടത്തെ കണ്ടിട്ട് ദൈവം മനുഷ്യന്റെ ചെവിക്ക് പിടിക്കരുത്. എന്റെ സങ്കടം നാളെ മാറിപ്പോകും. പക്ഷെ ദൈവം എന്റെ സങ്കടത്തിന്റെ മുമ്പിൽ അവന്റെ ചെവിക്ക് പിടിച്ചാൽ ഒരിക്കലും പിന്നെ അവൻ നേരെയാകത്തില്ല. സോ ഐ എം അഫ്രൈഡ് ഓഫ് ദാറ്റ്. അപ്പൊ വിശ്വാസത്തോടു കൂടിയതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത്. അത് ദൈവം നമുക്ക് നൽകിയ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം. 2ാമത്, നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് റോമാലേഖനം 8-ാം അധ്യായം 26-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. നമ്മുടെ ബലഹീനതകൾക്ക് തുണ നിൽക്കുന്ന പരിശുദ്ധാത്മാവ് വീണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയായികയാൽ നമുക്ക് വേണ്ടി പ്രാർത്ഥന കഴിക്കുന്നു, വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവഹിതമറിഞ്ഞ് പ്രാർത്ഥിക്കുന്നുവെന്ന്. ഞാനതിനെ ഇങ്ങനെ പറയും, പ്രേ ഇൻ സ്പിരിറ്റ്. അതാണ് യൂദായുടെ ലേഖനത്തിൽ പറയുന്ന ഒരു ഭാഗമുണ്ട്. നിങ്ങളോ നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തിയും. അടുത്തത്, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക. എന്താണ് ഈ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക എന്ന് പറയുന്ന ഭാഗം? പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ബേസ് ആണ് അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്. അതിന്റെ ബേസ് എഫക്റ്റ് ആണ് അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുക. അന്യഭാഷകളിൽ ഏറെ നേരം പ്രാർത്ഥിക്കുക. പക്ഷെ അന്യഭാഷ പ്രാർത്ഥന മാത്രമല്ല ആത്മാവിൽ പ്രാർത്ഥിക്കുക എന്നുള്ളത്. പകരം പരിശുദ്ധാത്മാവ് എന്താണെന്ന് നാം തിരിച്ചറിയുക. റോമാലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്നു, ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയത്തിൽ പകർന്നിരിക്കുന്നു. അപ്പൊ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ദൈവസ്നേഹത്തിൽ പ്രാർത്ഥിക്കുക. ദൈവസ്നേഹത്തിൽ പ്രാർത്ഥിക്കുക. അപ്പോ നമ്മുടെ പ്രാർത്ഥനാ വാചകങ്ങളെല്ലാം ഉളവാകുന്നത് എന്തായിരിക്കും? Amen. From the love of God, love generating words. സ്നേഹത്താൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന, സ്നേഹം ജനറേറ്റ് ചെയ്യുന്നതായ വാക്കുകൾ. ദൈവസ്നേഹത്തിൽ എന്നെ ഒരുത്തൻ തല്ലി, ഞാൻ ദൈവസ്നേഹത്തിൽ ആ വ്യക്തിക്ക് വേണ്ടി എന്ത് പ്രാർത്ഥിക്കും? ദൈവമേ, ഞാൻ നിന്റെ ദാസന, ഞാൻ നിന്റെ മകന, നീ എന്നെ വിളിച്ചതാണെങ്കിൽ, ഞാൻ നിന്നെയാണ് സേവിക്കുന്നതെങ്കിൽ നാളെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ നീ ജീവിക്കുന്ന ദൈവമാണെന്ന് വെളിപ്പെടുത്തണം, അല്ലെങ്കിൽ ഞാൻ ഈ പരിപാടിക്ക് നിൽക്കത്തില്ല. That is not prayer in spirit. ആത്മാവിൽ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിന്റെ സ്നേഹമാണ്. ആമേൻ. Pray in love. അതുകൊണ്ടാണ് സ്തെഫാനോസ് ഉറക്കെ നിലവിളിച്ചു, ഇവർക്ക് ഈ പാപം നിർത്തരുതേ. നമ്മൾക്ക് എങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയും? അങ്ങനെ സിമ്പിൾ, pray in spirit. ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഇതിനെ, പക്ഷെ നമ്മുടെ ബുദ്ധിയിൽ, സ്തെഫാനോസ് ബുദ്ധിയിൽ പ്രാർത്ഥിച്ചാൽ എന്തെല്ലാം അവിടെ നിന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, എന്റെ രക്തത്തിന് പകരം 1000 പേരെ ഈ മണ്ണിൽ നിന്ന് എഴുന്നേൽപ്പിക്കണം കർത്താവെ. എന്നെ കല്ലെറിഞ്ഞവരൊക്കെ നാളെ കർത്താവിന്റെ സാക്ഷികളാകട്ടെ കർത്താവെ. ദൈവമേ, ഈ സിംഹാസനം തകർക്കപ്പെടണം, റോമ ഗവൺമെന്റ് താഴെ വീഴണം കർത്താവെ, യഹൂദരെ കല്ലെറിഞ്ഞു കൊല്ലണം കർത്താവെ. എന്തൊക്കെ സ്തെഫാനോസിന് അവിടെ നിന്ന് പ്രാർത്ഥിക്കാമായിരുന്നു. പക്ഷെ he was praying in spirit. അതുകൊണ്ട്
അതുകൊണ്ട് തന്റെ പ്രാർത്ഥനാ വാചകം ഇത്രയും മാത്രമേ ഉള്ളായിരുന്നു: ഇവർക്ക് ഈ പാപം നിർത്തരുതേ. ലവ്, ദാറ്റ് ഈസ് ഹോളി സ്പിരിറ്റ്. വീണ്ടും പരിശുദ്ധാത്മാവിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ ദൈവത്തിന് അവൻ അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ നൽകിയിരിക്കുന്നു. അതിനാൽ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ ദൈവത്തോട് എങ്ങനെയായിരിക്കും പ്രാർത്ഥിക്കുന്നത്? എന്റെ ദൈവമേ, ഈ പാപിയോട് കരുണ തോന്നണേ. നോ 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 നോ. ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവൻ അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രത്വത്തിന്റെ ആത്മാവിൽ നിന്ന് ഹി വിൽ പ്രേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അബ്ബാ പിതാവേ, ഇതാ നിന്റെ മകൻ. കർത്താവെ, ആ ഒരു റിലേഷൻഷിപ്പിനകത്തു നിന്ന് പ്രാർത്ഥിക്കും. ആത്മാവിൽ നമ്മൾ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഒരു റിലേഷൻഷിപ്പിനകത്തായിരിക്കും നിന്ന് പ്രാർത്ഥിക്കുന്നത്. റിലേഷൻഷിപ്പിനകത്ത്, സ്തോത്രം, റിലേഷൻഷിപ്പിനകത്ത് 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, റിലേഷൻഷിപ്പിനകത്ത് ഒരു സ്നേഹമുണ്ട്. എൻ്റെ അപ്പനോട് ഞാൻ എന്തൊക്കെ പറഞ്ഞാലും അതിനകത്തൊരു സ്നേഹമുണ്ട്. പിണങ്ങിയാലും അതിനകത്തൊരു സ്നേഹമുണ്ട്. സ്തോത്രം. 2, എൻ്റെ അപ്പന്റെ അടുക്കൽ ഞാൻ പറയുന്നത് ഒരപേക്ഷയല്ല, ഒരവകാശമാണ്. ഒരപേക്ഷയല്ല, ഒരവകാശമാണ് പറയുന്നത്. എൻ്റെ അപ്പന്റെ അടുക്കൽ ഇപ്പോൾ നമ്മൾ പ്രായപൂർത്തിയായി കഴിഞ്ഞ് പറയത്തില്ല, പക്ഷെ നമ്മുടെ കുഞ്ഞുനാളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ മാതാപിതാക്കളുടെ അടുക്ക പറയും, അപ്പ എനിക്കൊരു ഐസ്ക്രീം വേണം. ഇല്ല, മേടിച്ചു തരത്തില്ല. 1000 വട്ടം മേടിച്ചു തരത്തില്ല എന്ന് പറഞ്ഞാലും ഈ കൊച്ചന് നാണമുണ്ടോ ഇവന്റെ അപ്പന്റെ അടുക്ക പിന്നെയും ചോദിക്കാൻ? ഇല്ല. ദാറ്റ് ഈസ് praying in spirit, a persistent prayer. ഒരിക്കലും പ്രാർത്ഥിച്ച് ദൈവം തന്നില്ലെന്ന് പറഞ്ഞ നീരസമോ, തന്നില്ലെന്ന് പറഞ്ഞ പിണക്കമോ, തന്നില്ലെന്ന് പറഞ്ഞ സങ്കടമോ ഉണ്ടാകത്തില്ല. അവന്, ഞാൻ എൻ്റെ സാധാരണ ഭാഷ പറയാം, ചോദിക്കാൻ ഒരു നാണവും കാണത്തില്ല. That is praying in spirit. ആകയാൽ പ്രാർത്ഥനയിൽ ഒന്ന് ഒരു സ്നേഹം, ഒരു റിലേഷൻഷിപ്പിനകത്ത് ഒന്ന് ഒരു സ്നേഹമുണ്ട്, 2 ഒരു അവകാശമുണ്ട്, 3 ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. സ്തോത്രം. ഒരു മകൻ എന്നുള്ള നിലയിൽ ഒരു കൊച്ചു കുഞ്ഞായിരുന്നാൽ പോലും അവന്റെ അപ്പനോട് എന്തുണ്ട്? ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. 1 വയസ്സുള്ള കുഞ്ഞിന്റെ അടുക്കൽ, സ്തോത്രം, അവനൊരു മുട്ടായി ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ അവന്റെ അമ്മ പറയും, ഉമ്മ തന്നാലേ നിനക്ക് തരികയുള്ളൂ. അപ്പൊ അവൻ ആ ഉമ്മ കൊടുക്കുന്നത് അവന്റെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. അവനെ എടാ മോനെ എന്ന് വിളിക്കുമ്പോൾ അവൻ എന്ന് വിളി കേൾക്കുന്നത് അവന്റെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. അവനെ സ്കൂളിൽ പഠിപ്പിക്കാൻ വിട്ടു കഴിയുമ്പോൾ അവൻ മാർക്ക് മേടിക്കുക എന്ന് പറയുന്നത് അവന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അവൻ വളർന്നു വലുതായി കഴിയുമ്പോൾ അവന്റെ പപ്പയുടെ ബിസിനസ്സിൽ പപ്പയെ സഹായിക്കുക എന്ന് പറയുന്നത് അവന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അവൻ വളർന്നു വരുമ്പോൾ അവന്റെ വീട് വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്ന് പറയുന്നത് അവന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. സ്തോത്രം. അവന്റെ അപ്പൻ ഇഷ്ടമല്ലാത്ത കൂട്ടുകാരുമായിട്ട് അവൻ കൂടാതിരിക്കുന്നത് അവന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഒബ്ലിഗേഷൻ, അതർവൈസ് റെസ്പോൺസിബിലിറ്റി. ഞാൻ ഒബ്ലിഗേഷൻ എന്ന് പറയുന്നതിനെക്കാട്ടിലും അത് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുവാനാണ് ഇഷ്ടം. സ്തോത്രം. ഒരു കുഞ്ഞു വീട്ടിൽ വളർന്നു വന്നു കഴിഞ്ഞാൽ അവന് പിന്നെ ആ വീട്ടിന്റെ ക്ലീൻലിനെസ്സിനകത്ത് അവനൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അത് ഒബ്ലിഗേഷൻ അല്ല. അവൻ ഡൈനിങ് ഹാളിൽ ഇരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ അവൻ ആ പ്ലേറ്റ് എടുത്തുകൊണ്ട് പോവുക, വാഷ് ചെയ്യുക എന്ന് പറയുന്നത് അത് ഒബ്ലിഗേഷൻ അല്ല, അത് റെസ്പോൺസിബിലിറ്റിയാണ്. അവന്റെ അമ്മ കുക്ക് ചെയ്യുമ്പോൾ ആ ഫുഡ് എടുത്ത് ടേബിളിൽ കൊണ്ട് വെക്കുക എന്ന് പറയുന്നത് റെസ്പോൺസിബിലിറ്റിയാണ്. ഒരു പക്ഷേ അമ്മ കുക്ക് ചെയ്ത് തീരാറാകുമ്പോൾ അവൻ അപ്പുറത്തിരിക്കുന്ന പപ്പയുടെ അടുക്ക് പോയി, പപ്പ അമ്മ ഫുഡ് എല്ലാം റെഡിയാക്കി എന്ന് പറയുന്നത് അവന്റെ ഒബ്ലിഗേഷൻ അല്ല, അവന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഹി ഷുഡ് എൻജോയ് his responsibilities. അവിടെയാണ് ഒരു മനുഷ്യന്റെ പരിശുദ്ധാത്മാവിൽ അവൻ പ്രാർത്ഥിക്കുവാൻ കയറുമ്പോൾ. അപ്പോൾ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചാൽ, സ്തോത്രം, നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ നല്ല യൂണിഫോം ഇടിപ്പിച്ച് നമ്മൾ അവരെ സ്കൂളിൽ പറഞ്ഞു വിടും. അവർ പരീക്ഷ കഴിഞ്ഞിട്ട് അവരെ പരീക്ഷയ്ക്ക് കൊണ്ടുപോയി പാസ്റ്റേഴ്സിന്റെ അടുക്ക പ്രാർത്ഥിക്കും, അവരുടെ തലയെ കൈവച്ച് പ്രാർത്ഥിക്കും, അവരെ ധൈര്യപ്പെടുത്തി വിടും, എല്ലാം ചെയ്യും. ഇതിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. എന്താണെന്ന് അറിയാമോ? ഒരു റെസ്പോൺസ് ഉണ്ട്. അവരുടെ പ്രോഗ്രസ് കാർഡ് വരുന്ന ഉടനെ അവരെന്ത് ചെയ്യും? അവരപ്പനെ കൊണ്ടുവന്ന് കാണിക്കും. അവരുടെ റിസൾട്ടിനെ അവരപ്പന്റെ അടുക്കൽ കൊണ്ടുവന്ന് പറയും. സോ വി മസ്റ്റ് സബ്മിറ്റ് അവർ പ്രോഗ്രസ് കാർഡ് ബിഫോർ ഗോഡ്. അതാണ് പരിശുദ്ധാത്മാവിനുള്ള പ്രാർത്ഥന. കർത്താവേ, ഇന്ന് പകൽക്കാലം പലതിലൊക്കെ തെറ്റിപ്പോയി, അവൻ എന്നെ ഒന്ന് ഒത്തിരി ട്രിഗർ ചെയ്തപ്പോൾ ഞാനും ഒന്ന് തിരിച്ച് പ്രതികരിച്ചു പോയി. കർത്താവേ, എന്റെ തെറ്റാ, അടുത്ത പ്രാവശ്യം ഞാൻ അത് മേക്കപ്പ് ചെയ്തോളാം. അവൻ ഇനി 4 പ്രാവശ്യം എന്നെ ട്രിഗർ ചെയ്താലും ഞാൻ സമ്മതിക്കത്തില്ല. കർത്താവേ, ഞാൻ സൈലന്റ് ആയിട്ടിരുന്നോളാം, ഞാൻ നിന്നെ ഭയപ്പെട്ടിരുന്നോളാം. ദാറ്റ് ഈസ് praying in spirit, keeping the responsibility and obligations. സ്തോത്രം. അടുത്ത
അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഭീരുത്വത്തിന്റെ ആത്മാവല്ല. അപ്പോൾ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ, കർത്താവേ നാളെ ബയോപ്സിക്ക് അയച്ചിരിക്കുന്ന എന്താവും അറിയത്തില്ല, എന്റെ ദൈവമേ എനിക്കൊരു സ്വസ്ഥതയില്ല, കർത്താവേ സഹായിക്കണേ, വലത്തോട്ട് നോക്കി കാണണേ, എന്നെ അറിയുന്നവനാരുമില്ലേ, കർത്താവേ ഇന്നത്തെ അസസ്മെന്റ് കഴിഞ്ഞ് ഞങ്ങളുടെ കമ്പനിയിൽ എല്ലാരെയും പിരിച്ചുവിടുവാതെ, എന്റെ ദൈവമേ എനിക്കൊരു സ്വസ്ഥതയില്ലേ. ദാറ്റ് ഈസ് നോട്ട് പ്രേയിങ് ഇൻ സ്പിരിറ്റ്. ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ഇഫ് യു ആർ പാനിക് ഇൻ യുവർ പ്രേയർ, യു ആർ നോട്ട് പ്രേയിങ് ഇൻ സ്പിരിറ്റ്. ആമേൻ. നിങ്ങൾ പ്രാർത്ഥനയിൽ നിങ്ങൾ ഭയങ്കര ടെൻഷൻ ആയിട്ടാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ യു ആർ നോട്ട് പ്രേയിങ് ഇൻ സ്പിരിറ്റ്. ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, പകരം ശക്തിയുടെ സ്നേഹത്തിന്റെ സുബോധത്തിന്റെ ആത്മാവിനെ, ശക്തിയുടെ ആത്മാവിനെ. നമ്മുടെ ഇടയിലൊക്കെ ചിലർ പ്രാർത്ഥിക്കുന്ന കണ്ടിട്ടില്ലേ, ഇങ്ങനെ ഇടി 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 ജാഖാമർ വെച്ച് ഇടിക്കുന്നത് പോലെ പ്രാർത്ഥിക്കുന്നത്. ഹോളി സ്പിരിറ്റ് അവരുടെ അന്യഭാഷകൾ കേൾക്കുമ്പോൾ ഇങ്ങനെ വെടികൊണ്ട് പറക്കുന്നത് പോലെ, മിസൈൽ ഇങ്ങനെ ഠമ്മ 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 ഇടിക്കുന്നത് പോലെ അവർ പ്രാർത്ഥിക്കും. If somebody is praying forcefully and powerfully, that is the spirit prayer. ആത്മാവിൽ പ്രാർത്ഥിക്കുക, സ്പിരിറ്റ് പ്രയർ, പ്രയർ ഇൻ സ്പിരിറ്റ്. ആമേൻ. വെടികൊണ്ട് പോകുന്നത് പോലെ ജാഖാമർ വന്നിങ്ങനെ ഠംബ് 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 ഇടിക്കുന്നത് പോലെ ആയിരിക്കണം നമ്മളുടെ പ്രാർത്ഥനകൾ കയറുന്നത്. സ്തോത്രം. അടുത്തത് ഏറ്റവും ഒടുവിൽ ഞാൻ പറയുകയാണ്, പരിശുദ്ധ ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവ്. എന്താണ് സോബർ മൈൻഡ്? സോബർ മൈൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ മലയാളത്തിനകത്ത് അത് സുബോധം എന്ന് പറയുമ്പോൾ ഈ സുബോധത്തിന്റെ ആത്മാവ് ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ടിട്ടുള്ള പാവ അമ്മമാരും സഹോദരിമാരും. അഭിഷേകം വന്ന് ഇവരങ്ങോട്ട് തുള്ളിച്ചാടുമ്പോ അപ്പുറത്ത് കൃപ നഷ്ടപ്പെട്ട വേട്ടാവളിയൻ അച്ചായന്മാർ അവിടെ നിന്നിട്ട് പറയും, അവൾ എന്തൊരു ചാട്ടമാ ചാടുന്നത്, പരിശുദ്ധാത്മാവ് സുബോധത്തിന്റെ ആത്മാവാ, തലേന്ന് തുണി പോയാൽ അവർക്ക് അറിയത്തില്ലയോ, ഇതെന്തൊരു ആത്മാവാ, സുബോധത്തിന്റെ ആത്മാവ്. അപ്പൊ ഇവരെ സംബന്ധിച്ച് സുബോധം എന്ന് പറഞ്ഞാൽ തലയിലെ തുണി കിടക്കുന്നത് അറിയുന്നത് മാത്രമാണ് സുബോധം. ഇവര് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് കള്ളു കുടിച്ചു കഴിയുമ്പം മുണ്ടഴിഞ്ഞു പോകുന്നത് അറിയത്തില്ലായിരുന്നു. അപ്പൊ ഈ ഒരു അളവിൽ അവർക്ക് ഇപ്പോഴും സുബോധം എന്ന് പറയുന്നത് ശരീരത്തിൽ തുണി കിടക്കുന്നത് മാത്രമാണ് ഇവരുടെ സുബോധം. അപ്പൊ സ്ത്രീകള് ഇവരിങ്ങനെ ആത്മാവിൽ തരണം കണ്ണു അടക്കത്തിൽ ഇങ്ങനെ നോക്കി എന്നിട്ട് പറയാം, സുബോധത്തിന്റെ ആത്മാവല്ല അവളിൽ വ്യാപരിക്കുന്നത്, തലേന്ന് തുണി പോയത് അറിഞ്ഞിട്ടില്ല. അതല്ല സോബർ മൈൻഡ്. ദാറ്റ് ഈസ് നോട്ട് സോബർ മൈൻഡ്. സോബർ മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരാണെന്ന് നമ്മൾ തിരിച്ചറിയുക. സുബോധം. നോ ദ ഐഡന്റിറ്റി. നോ ദ ഐഡന്റിറ്റി. ഞാൻ ഈ 7 പ്രാർത്ഥനകളിൽ പ്രധാനമായ പ്രാർത്ഥനയിലേക്ക് വരുമ്പോൾ ആ വിഷയത്തെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തെടുക്കാം. നോ ദ ഐഡന്റിറ്റി. നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നോ ദ ഐഡന്റിറ്റി. നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ പറയുന്നൊരു വേർഡ് ഉണ്ട്, കർത്താവെ, ഞാൻ ഇന്നും നാളത്തെ പ്രാർത്ഥനയിൽ കുറച്ച് ഇങ്ങനെ പോകത്തേ ഉള്ളൂ കേട്ടോ. നമ്മുടെ മൈൻഡ് സെറ്റിനകത്ത് ചില കാര്യങ്ങൾ കയറണം. അതുകൊണ്ട് എല്ലാ പ്രാവശ്യത്തെയും കൂട്ടി ഞാനൊരു ദൂത് പറഞ്ഞു പോവുകയല്ല. ഞാൻ ഒരല്പം ഈ വിഷയങ്ങളിലേക്ക് ഇങ്ങനെ ഒന്ന് സാവകാശപ്പെട്ടു പോകത്തേ ഉള്ളൂ. സ്തോത്രം. അപ്പോ നമ്മളുടെ ഐഡന്റിറ്റി തിരിച്ചു പറ. നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, കർത്താവേ, ആ ചുങ്കക്കാരനെ പോലെ ദൈവത്തിന്റെ ആലയത്തിലേക്ക് പോലും നോക്കാൻ തുനിയാതെ, ഞങ്ങൾ കണ്ണുകൾ ഉയർത്താതെ ഞങ്ങൾ മാറത്തടിച്ച് നിലവിളിച്ച് പ്രാർത്ഥിക്കുക, കർത്താവേ. അവൻ പ്രാർത്ഥിച്ചിട്ട് എന്തോ ഗുണമുണ്ടായത്? അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. അത് നീതീകരണ പ്രാർത്ഥനയാണ്. That is justification prayer. യേശുവിന്റെ കാലത്തിന് മുൻപേ യെരൂശലേം ദേവാലയത്തിലേക്ക് വരുന്ന മനുഷ്യൻ പ്രാർത്ഥനയാലായിരുന്നു നീതീകരിക്കപ്പെടുന്നത്. പക്ഷെ പുതിയ നിയമത്തിലേക്ക് ഒരു മനുഷ്യൻ കടന്നു വരുമ്പോൾ വിശ്വാസത്താലാണ് നീതീകരിക്കപ്പെടുന്നത്. അപ്പോൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്ന നമ്മൾ ചുങ്കക്കാരനെ പോലെ പ്രാർത്ഥിക്കേണ്ടവരല്ല. യേശു കർത്താവ് ചുങ്കക്കാരനെ പോലെ പ്രാർത്ഥിക്കാനാണോ നമ്മളെ പഠിപ്പിച്ചത്? അല്ല, മകനായി പ്രാർത്ഥിക്കുവാൻ. അപ്പോൾ പ്രേ ഇൻ സ്പിരിറ്റ്. സ്തോത്രം. അപ്പോ പരിശുദ്ധാത്മാവ് നമ്മളെ പ്രാർത്ഥിക്കുക എന്ന് പറയും. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ സ്പിരിറ്റ് വിൽ ഇന്റർസീഡ് ഫോർ us and spirit will guide us in prayer. പരിശുദ്ധാത്മാവ് എപ്പോഴും on behalf of us. No, he is master, he is guide. അദ്ദേഹം പരിശുദ്ധാത്മാവ് നമ്മളുടെ മേൽ അധികാരമുള്ള ഒരു വ്യക്തിത്വമാണ്. He is an in-person. ഒരു പുകയല്ല പരിശുദ്ധാത്മാവ്. He has a personality. അപ്പൊ ആ വ്യക്തിത്വം എന്ന് പറയുന്നത്, പരിശുദ്ധാത്മാവിന്റെ വ്യക്തിത്വം എന്ന് പറയുന്നത് നമ്മളെ ഭരണം ചെയ്യുന്നതാണ്.
അപ്പം നമ്മൾക്ക് ആഹാരം കഴിക്കാൻ പറ്റാത്തപ്പോൾ നമുക്ക് വാരിത്തരും, അല്ലാത്ത സമയത്ത് നമുക്ക് ഫുഡ് കൊണ്ടുവച്ചിട്ട് കഴിക്കട ഇതെന്ന് പറയും. അപ്പൊ ഹി വിൽ ഇന്റർസീഡ് ഫോർ അസ് ആൻഡ് ഹി വിൽ ഗൈഡ് അസ്. നമ്മൾ എപ്പോഴും പരിശുദ്ധാത്മാവ് ഹി വിൽ ഇന്റർസീഡ് ഫോർ അസ്, ഹി വിൽ ഇന്റർസീഡ് ഫോർ അസ്. നോ, പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നടത്തപ്പെടുന്ന ഒരു അനുഭവമുണ്ട്. അത് ഈവൻ ഇൻ അവർ പ്രയർ ലൈഫ്. ഞാൻ മൂന്നാമത്തെ ഭാഗത്തിലേക്ക് കടന്നു വരാം. ലൂക്കോസ് 18-ാം അധ്യായം അതിന്റെ 1 തുടങ്ങി 8 വരെയുള്ള വാക്യങ്ങളിൽ യേശു ഒരു ഉപമ പറയുകയാണ്. ഒരു ന്യായാധിപന്റെ അടുക്കൽ ഒരു വിധവ വന്ന് പ്രാർത്ഥിക്കുന്ന ഭാഗം. പെർസിസ്റ്റന്റ് ആൻഡ് ബോൾഡ് പ്രയർ. എന്റെ സഹോദരങ്ങളെ, അവിടെ 2 കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ആ വിധവ നിരന്തരമായി ആ ന്യായാധിപന്റെ അടുക്കൽ മുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊരു കാര്യം ചിന്തിച്ചേ, ഒരു ന്യായാധിപന്റെ വാതിൽക്കൽ എല്ലാ ദിവസവും ഒരു വിധവ ചെന്ന് പറയുകയാണ്, ന്യായാധിപനെ എന്റെ കാര്യം ശരിയാക്കണം. അവളുടെ അയലോക്കക്കാർ പറയും, എടി നീ ഇനി ആ ജഡ്ജിന്റെ വീട്ടിൽ വാതിൽക്കൽ കയറി പോകരുത്, അങ്ങേര് ചിലപ്പം നിന്നെ അടിച്ചു പുറത്താക്കിയെന്നിരിക്കും. ഇതല്ലേ സംഭവിക്കേണ്ടത്? പക്ഷെ ആ ഉപമയിൽ യേശു പറയുകയാണ്, ന്യായാധിപൻ ലാസ്റ്റിൽ പറയുകയാണ്, അവള് വന്ന് എന്റെ മുഖത്തടിക്കുമായിരിക്കും. ന്യായാധിപന്റെ വീടിന്റെ വാതിൽക്കൽ സ്ഥിരമായി ഒരു സ്ത്രീ ചെന്ന് എന്റെ കേസ് തീർക്കണം എന്ന് പറഞ്ഞാൽ അവസാനം പാറാവ് നിൽക്കുന്ന പോലീസുകാരനെ അവക്കടി കൊടുക്കേണ്ടത്. പക്ഷെ ഇവളുടെ ബോൾഡ്നെസ് കണ്ടിട്ട് ന്യായാധിപൻ പറയാം, മിക്കവാറും ഇവള് വന്ന് എന്റെ മുഖത്തടിക്കുമായിരിക്കുമെന്ന്. ദാറ്റ് ഈസ് ദ ബോൾഡ്നെസ് ഇൻ പ്രയർ. പെർസിസ്റ്റന്റ് പ്രയർ, പെർസിസ്റ്റന്റ് ആൻഡ് ബോൾഡ്നെസ്. യാക്കോബ് ദൂതനെ കയറി ഒരു പിടിച്ചിട്ട് പറഞ്ഞു, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു. അപ്പം ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്കൊരു ബോൾഡ്നെസ് ഉണ്ടാകണം. ദൈവം മോശയുടെ അടുക്ക പറഞ്ഞു, മോശെ ഞാൻ താണ്ടിപ്പോ ഈ ജനത്തെ ഇപ്പം കത്തിച്ചു കളയെന്ന് പറഞ്ഞു. മോശ കയറി ഒരു ഒറ്റ പിടിച്ചിട്ട് പറഞ്ഞു, നടക്കത്തില്ല കർത്താവേ, നാട്ടുകാരറിഞ്ഞ നാണം കേടാ, നീ ജനത്തെ മുഴുവൻ വിളിച്ചോണ്ട് വന്നിട്ട് മരുഭൂമി കൊന്നുകളഞ്ഞെന്ന് പറഞ്ഞു. അവിടം വരെ എനിക്ക് സാധാരണമായി തോന്നി. അടുത്തത് ദൈവം മോശയുടെ അടുക്ക പറയാം, മോശെ നീ എന്നെ ഒന്ന് വിടു മോശെ, ഞാൻ പോയി അവരെ നശിപ്പിക്കട്ടെ. അപ്പം ദൈവത്തിന് മൂവ് ചെയ്യാൻ കഴിയാതെ വണ്ണം മോശ ദൈവത്തെ എന്ത് കയറി പിടിച്ചു. ദൈവം മോശയുടെ അടുക്ക പറയാം, മോശ എന്നെ വിടുക, ലെറ്റ് മീ മൂവ്. കണ്ടോ, ഇതാണ് ഒരു മനുഷ്യൻ പ്രാർത്ഥനയിൽ ദൈവവുമായിട്ട് അടുത്തു കയറുമ്പോൾ. ഞാന് പണ്ടൊരു അപ്പച്ചൻ പറഞ്ഞൊരു ഭാഗം കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രസംഗ വിഷയം ഇതായിരുന്നു, അബ്രഹാമിന്റെ വീഴ്ചകൾ. ഞാൻ പലപ്പോഴും എന്റെ പ്രസംഗങ്ങളിൽ ഉദ്ധരിച്ചിട്ടുള്ള ഭാഗമാണ്. അദ്ദേഹം പറയുന്ന അബ്രഹാമിന്റെ ഒരു വീഴ്ച. അബ്രഹാം ദൈവത്തിന്റെ അടുക്കൽ ഭയങ്കര സോപ്പിട്ടി വയ്ക്കുക, കർത്താവ് 40 പേര് ആ പട്ടണത്തിലുണ്ടെങ്കിൽ, 20 പേര് ആ പട്ടണത്തിലുണ്ടെങ്കിൽ, 10 പേര് ആ പട്ടണത്തിലുണ്ടെങ്കിൽ, അബ്രഹാമേ താങ്കൾക്ക് അവിടെയുള്ള 40 പേരെ അറിയാവും, 20 പേരെ അറിയാവും, 10 പേരെ അറിയാവും. ഈ കൂടുതൽ സോപ്പും പതയൊന്നും ഇല്ലാതെ നേരിട്ട് അങ്ങ് ദൈവത്തിന്റെ അടുക്ക പറയായിരുന്നു, കർത്താവെ എന്റെ സഹോദരനെ മോൻ ലോത്തും കുടുംബം അവിടെ ഉണ്ട്, അവനെ ഓർത്താ പട്ടണത്തെ ഒന്ന് സഹായിക്കാമോ കർത്താവെ. അബ്രഹാം he could boldly ask God. ദൈവത്തിന്റെ അടുക്കൽ നേരിട്ട് ബോൾഡായിട്ട് കയറി ചോദിക്കാമായിരുന്നു. ഈ മനുഷ്യൻ ഇത് ചോദിച്ചില്ല. We must have a boldness in presence of God. അതുകൊണ്ടാണ് എബ്രായ ലേഖനം വന്നപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനും നിങ്ങൾ ദൈവത്തിന്റെ അടുക്കലേക്ക് മുട്ടും മറച്ചുകൊണ്ട് ചെല്ലരുത്, പകരം ധൈര്യത്തോടെ അവന്റെ കൃപാസനത്തിലേക്ക് അടുത്തു ചെല്ലുക. ധൈര്യത്തോടെ കൃപാസനത്തിന്റെ അടുക്കലേക്ക് അടുത്തു ചെല്ലുക. ഇസ്രായേലിന്റെ അടുക്കൽ ദൈവം ഭയങ്കര ഗ്ലോറിയോടുകൂടെ സീനായ് മലയിൽ ഇറങ്ങി വന്നപ്പോൾ അവർ പറയാം, അയ്യോ ദൈവം ഇനിയിങ്ങനെ ഞങ്ങളുടെ അടുത്ത് വരല്ലേ, ഞങ്ങൾക്ക് ഇങ്ങനത്തെ ദൈവത്തെ കാണാൻ വയ്യ. ദൈവം ആഗ്രഹിക്കുന്നത്, God always wish to be in a deep fellowship with man. ദൈവവും മനുഷ്യനുമായി ഒരു ആഴമേറിയ ഒരു കൂട്ടായ ബന്ധം ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് യേശു കർത്താവിൽ കൂടെ ദൈവം അത് എക്സ്പ്രസ് ചെയ്യുകയാണ്, പിതാവേ നാം തമ്മിൽ ഒന്നായിരിക്കുന്നത് പോലെ ഇവരും നമ്മിൽ ഒന്നായിരിക്കേണ്ടതിന്. ഹോളി സ്പിരിറ്റ്. ദൈവം മനുഷ്യന്റെ അടുക്കൽ വന്ന് താമസിക്കുമ്പോൾ യേശുവിൽ കൂടെ ദൈവം ഈക്വലായി. എന്നാൽ അതിനു മുന്നമേ തന്നെ ദൈവം ഇസ്രായേലിന്റെ നടുവിൽ മരുഭൂമിയിൽ വന്ന് താമസിക്കുക.
ദൈവം മരുഭൂമിയിൽ വന്ന് താമസിക്കുമ്പോൾ ദൈവം ഇസ്രായേലിന്റെ അടുക്ക പറയാ, ഞാൻ നിന്റെ നടുവിൽ വസിപ്പാൻ നിങ്ങൾ എനിക്കൊരു കൂടാരം ഉണ്ടാക്കണം. 48 പലകകളെ വെച്ച് അതിന്റെ മണ്ടയ്ക്ക് ഒരു മൂടിശീല തഹശ് പോലെ ടാർപ്പ വെച്ചൊരു കൂടാരവടിയെന്നേ, ആ കൂടാരത്തിനകത്ത് ഞാൻ വന്ന് നിൽക്കാം. 22 വെളിപ്പാട് പുസ്തകം 20 അധ്യായത്തിലേക്ക് പറയുമ്പോൾ ഇത് മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം എന്നാ പറയുന്നത്. അപ്പം ഗോഡ് ബിക്കേം ഈക്വൽ ടു ദ മാൻ. മനുഷ്യനോട് ദൈവം അങ്ങനെ ഈക്വലായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുക. കാരണം നമ്മൾ അവിടെ ഒന്ന് നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോൾ ഇപ്പോ വ്ളാഡിമിർ സെലൻസ്കി ഓവൽ ഹൗസിൽ പോയപ്പോൾ സ്യൂട്ട് ഇടാതെ പോയത് ഒരു വലിയ വിഷയമായി. അവിടെ എല്ലാവരും സ്യൂട്ട് ഇട്ട് പോകുമ്പോൾ ഈ മനുഷ്യൻ മാത്രം സ്യൂട്ട് ഇടാതെ പോകുമ്പോൾ അത് വ്യത്യാസമാണ്. ഇപ്പൊ ദൈവമായിരുന്നു ഓവൽ ഹൗസിൽ വന്നിരുന്നതെങ്കിൽ ദൈവം സ്യൂട്ട് ഇട്ട് വന്നേനെ. കാരണം ദൈവം അവരോടുകൂടെ ഈക്വലായി നിൽക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ നമ്മളെല്ലാവരും കൂടെ കേരളത്തിൽ മുണ്ടുമുറുക്കി കൊടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം അവിടെ വന്നാൽ സ്യൂട്ടും കോട്ടും ഇട്ട് വരുമോ? നോ. ദൈവം അവിടെ ഏറ്റവും സാധാരണക്കാരനായ ഒരുത്തനായി മുണ്ടു കൊടുത്ത് അവിടെ വന്ന് നമ്മൾ ചമ്രം പടഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മുടെ കൂടെ ചമ്രം പടഞ്ഞിരിക്കും. അതുകൊണ്ടാണ് ദൈവം ഏദൻ തോട്ടത്തിൽ നടക്കുന്ന ഒച്ച കേട്ടു. സ്തോത്രം. അപ്പം അവിടെ ആദത്തിനും ഹൗവയ്ക്കും രഥമില്ലായിരുന്നു, കാറില്ലായിരുന്നു. ആദം ഹൗവ നടക്കുകയായിരുന്നു. അപ്പൊ ദൈവം അവിടെ എന്ത് ചെയ്തു? നടന്നു വന്നു. ദൈവം അവിടെ നടന്നു വന്നു. God always visits man as like him. ദൈവം അവൻ എങ്ങനെയാണോ അതുപോലെ ദൈവം അവന്റെ അടുക്കൽ വരും. അങ്ങനെയെങ്കിൽ മാത്രമേ ഡീപ് ഫെലോഷിപ്പ് ഉണ്ടാകത്തുള്ളെന്ന് ദൈവത്തിന് അറിയാം. അപ്പോ നമ്മളുടെ അകത്ത് അതെന്തിനു വേണ്ടിയാണെന്നറിയാമോ? വി മസ്റ്റ് ബി ബോൾഡ് ഇൻ ഹിസ് പ്രസൻസ്. ദൈവത്തിന്റെ അതുകൊണ്ടല്ലേ ദൈവം അബ്രഹാമിനെ കുറിച്ചും മോശയെ കുറിച്ചും പറയുകയാണ്, ഒരു സ്നേഹിതനോടെന്ന വണ്ണം ദൈവം സംസാരിച്ചു. ദൈവത്തിനൊരു രാജാവിനെ പോലെ സംസാരിക്കാൻ, അധികാരത്തോടെ സംസാരിക്കാൻ കോടി കോടി ദൂതന്മാരുണ്ട്. പിന്നെ നമ്മളൊരു മനുഷ്യന്റെ ആവശ്യമില്ല. പിന്നെ പകരം എന്തിനാണ് ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയത്? നാം നമ്മുടെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ഒരു മനുഷ്യനെ ഉണ്ടാക്കാം. നമുക്ക് അവനോട് സംസാരിക്കാം, നമുക്ക് അവനോട് ഫെലോഷിപ്പ് കൂടാം. അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് എന്നോട് ചേർന്നിരിക്കട്ടെ. അതുകൊണ്ടാണ് ദൈവം മനുഷ്യനോട് പറയുന്നത്, ഞാൻ വിശുദ്ധനല്ലേ, അതുകൊണ്ട് നീയും എന്നെ പോലെ വിശുദ്ധനായിരിക്കും, നമുക്ക് ഒരുമിച്ച് നടക്കാമെന്നേ. അപ്പോൾ നമ്മൾ പറയും ഇതൊക്കെ യേശുവിന്റെ കാലത്തിന് ശേഷം. അല്ലല്ലല്ല, ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. ദൈവം എന്തോ ചെയ്തു? ദൈവം അവനെ അങ്ങ് എടുത്തോണ്ട് പോയി. അപ്പം നമ്മൾ പലപ്പോഴും ദൈവത്തിന് ഏറ്റവും നമ്മളിൽ സങ്കടമുള്ള ഒരു വിഷയം, നമ്മള് ഇല്ലാത്ത ഭക്തി, ഇല്ലാത്ത ബഹുമാനം, ഇല്ലാത്ത ആദരവ് ഉണ്ടാക്കി കാണിച്ച് നമ്മൾ ദൈവത്തിന്റെ മുമ്പിൽ ഇങ്ങനെ 100 അടി ഇങ്ങനെ ഇങ്ങോട്ട് മാറി 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 നിൽക്കും. നോ. കർത്താവ് പറഞ്ഞു, ശിശുക്കളെ എന്റെ അടുക്കൽ വരുവാൻ വിടുവേ. യേശു ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചു. അപ്പം നമ്മൾ പ്രാർത്ഥനയിൽ ദൈവത്തോട് അടുത്തു ചെല്ലുന്ന ഒരു അനുഭവം, ദൈവത്തോട് വിത്ത് എ ബോൾഡ്നെസ്. അടുത്ത ഒരു ഭാഗം, നമ്മൾ ദൈവ ഇഷ്ടത്തിനൊത്തവണ്ണം പ്രാർത്ഥിക്കണം. 1 യോഹന്നാൻ 5:14-15. അപ്പൊ നമ്മൾ ചോദിക്കും, ദൈവ ഇഷ്ടത്തിനൊത്തവണ്ണം എങ്ങനെയാ പ്രാർത്ഥിക്കുന്നത്? ഞാനതിനെ വളരെ ലളിതമായിട്ട് പറയാം. 1 John 5:14-15. 1 യോഹന്നാൻ 5:14-15. അവിടെ പറയുകയാകുന്നു, എങ്ങനെയാണ് ദൈവത്തിന്റെ ഹിതമറിഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നത്? അത് ദൈവത്തിന്റെ വചനത്തിൽ കൂടെ പ്രാർത്ഥിക്കുന്നതിൽ കൂടെയാണ്. ദൈവത്തിന്റെ വചനം വെച്ച് പ്രാർത്ഥിക്കുക. അക്കോർഡിംഗ് ടു ദ പ്രോമിസ്, അക്കോർഡിംഗ് ടു ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ വചനത്തെ നമ്മുടെ പ്രാർത്ഥനകളിൽ ഉദ്ധരിച്ചു കൊണ്ടേയിരിക്കുക. മനുഷ്യൻ പറയുന്ന വാക്കുകളല്ല, ദൈവത്തിന്റെ വചനത്തെ. അടുത്ത ഒരു ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ, സ്തോത്രം, അടുത്ത ഒരു ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ യെഹെസ്കേൽ പ്രവചനം 22-ാം അധ്യായം അതിന്റെ 30-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഒത്തിരി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു ഭാഗമാണ്. 2 കാര്യങ്ങൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയും. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത്, ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വേണം അതിന് മതില് കെട്ടി എന്റെ മുൻപാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് എന്ന് പറയുകയാണ്. അപ്പോ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഒരു ഇന്റർസെസറി പ്രയറിനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇന്റർസെസറി പ്രയർ.
അവിടെ ഇടിവിൽ നിൽക്കുന്ന ഒരു പ്രാർത്ഥന, മധ്യസ്ഥം നിൽക്കുന്ന ഒരു പ്രാർത്ഥന. പക്ഷേ ആ മധ്യസ്ഥം നിൽക്കുന്ന പ്രാർത്ഥനയുടെ പ്രത്യേകത നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ, ആ ദേശത്തെ നശിപ്പിക്കാതെ വേണം അതിന് മതിൽ കെട്ടി എന്റെ മുൻപാകെ ഇടിവിൽ നിൽക്കേണ്ടതിന്. അവിടെ കണ്ടോ, ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു ദേശത്തിന് മതിൽ കെട്ടുന്നത് പോലെയാണ്. ഒരു വീടിന് മതിൽ കെട്ടുന്നത് പോലെയല്ല, ഒരു വീടിന് കോമ്പൗണ്ട് വാൾ കെട്ടുന്നത് പോലെ അല്ല ഒരു പ്രാർത്ഥന. പകരം ഒരു ദേശത്തിന് മതിൽ കെട്ടുന്നത് പോലെ എന്നാണ് പറയുന്നത്. ഒരു വീടിന് മതിൽ കെട്ടുവാണെങ്കിൽ നമ്മൾ എന്തൊക്കെ ചിന്തിക്കും? അതിന്റെ മേളിൽ ചെടിച്ചട്ടി വെക്കണം, ഗേറ്റ് വെക്കണം, വീടിന് ചേർന്ന ഡിസൈൻ വേണം, അതിനകത്ത് ലൈറ്റ് വെക്കണം, എന്തൊക്കെ കാര്യങ്ങളായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ ഒരു ലാൻഡിന് നമ്മൾ മതിൽ കെട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും ചിന്തിക്കുന്നത്? ആ രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടിയുള്ളതാ. നമ്മളൊക്കെ കോട്ടകളെ കാണാൻ പോയിട്ടുണ്ടല്ലോ, ടിപ്പുവിന്റെ കോട്ട. നമ്മള് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ആയിരുന്നാൽ നമ്മളിങ്ങനെ രാജാക്കന്മാരുടെ കോട്ടകളെ കാണാറുണ്ട്. ആ മതിലുകൾക്കകത്ത് ഭയങ്കരമായിട്ടുള്ള ഒരു ഡിഫൻസ് സിസ്റ്റം അതിനകത്ത് കാണുവാൻ കഴിയും. ആകയാൽ നമ്മുടെ പ്രാർത്ഥനകൾ ഇപ്രകാരമുള്ള ഒരു ഡിഫൻസ് വാൾ ആയിട്ട്, ഒരു ദേശത്തിന്റെ വാൾ പോലെ സ്ട്രോങ് ആയിരിക്കണം. ഞാൻ ഒരു ഭാഗം കൂടെ പറഞ്ഞ് നാളെ എടുക്കാൻ പോകുന്ന വിഷയം ഏതാണെന്ന് കൂടെ പറഞ്ഞ് ഞാൻ പൂർത്തീകരിക്കാം ഇന്നത്തെ വിഷയം. വേഗത്തിൽ പോകട്ടെ. അടുത്തതായി നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടായിരിക്കേണ്ട ഒരു ഭാഗം, 6ാമത്തെ വിഷയം, there must be a lifestyle of prayer. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രാർത്ഥനയുടെ ഒരു സ്വഭാവം നമുക്ക് ഉണ്ടായിരിക്കണം. അതുകൊണ്ട് അവിടെ നമുക്ക് അവിടെ പ്രാർത്ഥന 1 തെസ്സലോനിക്കർ 5:17 പറയുന്ന ഒരു ഭാഗം, എല്ലായ്പ്പോഴും ഇടപെടാതെ പ്രാർത്ഥിക്കുകയും എല്ലാറ്റിനും സ്തോത്രം ചെയ്യുകയും. അപ്പൊ ഇടപെടാതെ പ്രാർത്ഥിക്കുകയും എന്നാണ് അവിടെ പറയുന്നത്. ഇടപെടാതെ പ്രാർത്ഥിക്കുവാൻ പറയുകയാണ്, ഇടപെടാതെ പ്രാർത്ഥിക്കുക. അപ്പോ ഈ ഇടപെടാതെ പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ 2 വിധത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. 50-ാം സങ്കീർത്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ, 50-ാം സങ്കീർത്തനം അതിന്റെ 15-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, 50-ാം സങ്കീർത്തനം അതിന്റെ 15-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു ഭാഗം 50-ന്റെ 15 പറയുകയാണ്, കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക. കഷ്ടകാലത്ത് എന്നെ വിളിച്ച് അപേക്ഷിക്കുക. ദൈവം ഒരു കൂട്ടരുടെ അടുക്കൽ പറയുകയാണ്, കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക. ദൈവം അവരിൽ നിന്ന് ആഗ്രഹിക്കുന്നത് കഷ്ടകാലത്ത് നീ എന്നെ വിളിച്ചപേക്ഷിക്കണം എന്നുള്ളത് മാത്രമാണ്. അതേസമയം ദൈവം അടുത്ത ഭാഗത്ത് പറയുകയാണ്, ജനമേ എല്ലാ കാലത്തും യഹോവയിൽ ആശ്രയിക്കാം. അപ്പം 2 വിധത്തിലുള്ള മനുഷ്യരുണ്ട്. ഒരു കൂട്ടരെന്ന് പറഞ്ഞാൽ കഷ്ടകാലത്ത് മാത്രം ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നത്. ദൈവം അവരിൽ നിന്ന് അതേ ആഗ്രഹിക്കുന്നുള്ളൂ, കഷ്ടകാലത്ത് നീ എന്നെ വിളിച്ചപേക്ഷിക്കുക. എന്നാൽ മറ്റൊരു കൂട്ടരിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അവർ കഷ്ടകാലത്ത് വിളിച്ചപേക്ഷിക്കണമെന്നല്ല, പകരം എല്ലായ്പ്പോഴും അവരെന്ത് ചെയ്യണം? ദൈവത്തെ വിളിച്ചപേക്ഷിക്കണം. അതുകൊണ്ടാണ് ദാനിയേൽ പറയുകയാണ്, ഞാൻ പതിവ് പോലെ എൻ്റെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നു വെച്ചിരുന്നു. ഞാൻ 3 നേരം പതിവ് പോലെ പ്രാർത്ഥന കഴിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഒരു പ്രശ്നം നമ്മുടെ ഇടയിലൊക്കെ ഒത്തിരി പേര് പറയുന്ന ഒരു ഭാഗമുണ്ട്, യോ ഈ പ്രതിസന്ധി വന്നത് എനിക്ക് ഒന്നും കൂടെ പ്രാർത്ഥിക്കാൻ ഒരു കാരണമായി തീർന്നു. എൻ്റെ സഹോദരങ്ങളെ, പ്രതിസന്ധികളല്ല നമ്മളെ പ്രാർത്ഥനാ മനുഷ്യരാക്കേണ്ടത്. പ്രേമം എന്നിൽ വർദ്ധിക്കുന്നേ, പ്രിയനോടു ചേരുവാൻ നാളുകൾ ഞാൻ എണ്ണി ജീവിച്ചിടുന്നു. പ്രശ്നങ്ങളും വിടുതലുകളും നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കട്ടെ, പക്ഷെ പ്രശ്നങ്ങളല്ല നമ്മുടെ പ്രാർത്ഥനയെ വർദ്ധിപ്പിക്കേണ്ടത്. പ്രശ്നങ്ങൾ വർദ്ധിപ്പിച്ച ഒരു പ്രാർത്ഥന തന്നെ പ്രശ്നം തീരുമ്പോ ഇതും പോകുമെന്നേ. പ്രശ്നം തീരുമ്പോ അത് പോകും. അയ്യോ, കോവിഡ് വന്നത് കാര്യമായി, അതുകൊണ്ട് ഞാൻ മാസ്ക് വെക്കാൻ തുടങ്ങി. കോവിഡ് തീർന്നപ്പോ മാസ്കും അതിന്റെ വഴിക്ക് പോയി. പക്ഷെങ്കിൽ കോവിഡിന്റെ മാസ്ക് പോലെ ആകരുത് നമ്മുടെ പ്രാർത്ഥന. പകരം നമ്മൾക്ക് നിരന്തരമായി ഇരിക്കുന്ന എ ഹാബിറ്റ് ഓഫ് പ്രയർ, എ ലൈഫ് സ്റ്റൈൽ ഓഫ് പ്രയർ.
അത് നമ്മുടെ ജീവിതത്തിനകത്തൊരു അനുഭവമാകണം. അത് നമുക്ക് അനുഭവമാകണമെങ്കിൽ സ്തോത്രം, നമ്മളുടെ ജീവിതത്തിൽ എൻ്റെ കുഞ്ഞുനാളിൽ ഞാൻ വളർന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. കുഞ്ഞുനാളിലൊക്കെ വീട്ടിൽ ഈ ഉപവാസ പ്രാർത്ഥനകൾക്കൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ നന്നായിട്ട് അടി കിട്ടും. അവിടെ പോയി കണ്ണു തുറന്നിരുന്നു, അവിടെ പോയി പ്രാർത്ഥിച്ചില്ല എന്നൊക്കെ. ഞാൻ പോയി അവിടെ പോയിരുന്നു പ്രാർത്ഥിക്കും, കർത്താവേ അപ്പച്ചനെ സൂക്ഷിക്കണേ, അമ്മച്ചിയെ സൂക്ഷിക്കണേ, ഡാഡിയെ സൂക്ഷിക്കണേ, അമ്മയെ സൂക്ഷിക്കണേ, അച്ചാച്ചനെ സൂക്ഷിക്കണേ, എന്നെ സൂക്ഷിക്കണേ, പഠിക്കാൻ ബുദ്ധി തരണേ, കാറ് സൂക്ഷിക്കണേ, വീട് സൂക്ഷിക്കണേ, കൂട്ടുകാരെ സൂക്ഷിക്കണേ, ടീച്ചേഴ്സിനെ സൂക്ഷിക്കണമേ, സൺഡേ സ്കൂൾ ടീച്ചറിനെ സൂക്ഷിക്കണേ. പിന്നെ ഇവരുടെ എല്ലാവരുടെയും കൂടെ പേര് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ പോലും, ക്ലാസ്സിലെ 32 കുട്ടികളുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിച്ചാലും, അയൽവക്കത്തുള്ള അങ്കിളുമാരുടെയും ആന്റിമാരുടെയും ടീച്ചർമാരുടെയും എല്ലാവരുടെയും കൂടെ പേര് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ 2 മിനിറ്റിനകത്ത് പ്രാർത്ഥന ചെയ്യും. Again I will start. കർത്താവെ അപ്പച്ചനെ സൂക്ഷിക്കണം, അമ്മച്ചിയെ സൂക്ഷിക്കണം, ഡാഡിയെ സൂക്ഷിക്കണം, അമ്മയെ സൂക്ഷിക്കണം, അച്ചാച്ചനെ സൂക്ഷിക്കണം, എന്നെ സൂക്ഷിക്കണം. അപ്പൊ അന്നത്തെ എൻ്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എ പ്രേയർ ഫോർ ഹെൽപ്പ് ആൻഡ് പ്രൊട്ടക്ഷൻ. ഇന്ന് 50 വയസ്സായിട്ടും 60 വയസ്സായിട്ടും ഇതേ കാര്യം തന്നെ ഇച്ചിരി എലാബറേറ്റ് ചെയ്ത് പറയുന്നതേ ഉള്ളൂ പലരും. ദൈവവുമായിട്ടൊരു ബന്ധമില്ല. നമ്മള് ചിലപ്പോൾ വെജിറ്റബിൾ ഷോപ്പിൽ പോയി, സ്ഥിരമായിട്ട് സൂപ്പർ മാർക്കറ്റിൽ പോയി നമ്മളൊരു കാഷ്യറെ നമ്മൾ കാണുകയാണെങ്കിൽ എന്നോട് സുഖമാണോ എന്ന് ചോദിക്കും. അവർക്ക് സുഖമാണോ ഇല്ലയോ എന്ന് അറിയാനുള്ള ആഗ്രഹത്തിലാണോ നമ്മൾ ചോദിക്കുന്നത്? അയ്യോ ഇല്ല, സുഖമില്ല, ഇന്നലെ കഴിഞ്ഞ ആഴ്ച വയ്യായിരുന്നു, ഞാൻ ലീവിലായിരുന്നു, ഓ ഞാൻ ശ്രദ്ധിച്ചില്ല, ഓക്കെ ഇപ്പൊ ഓക്കെ ആയോ, ഓക്കെ നമ്മൾ പോവുകയാണ്. ഈ ഒരു റിലേഷനെ നമ്മളിൽ പലർക്കും ദൈവവുമായിട്ടുള്ളൂ. പ്രാർത്ഥനാക്കുറവ് സംഭവിക്കുന്നത്, വി ലോസ്റ്റ് ദ റിലേഷൻ വിത്ത് ഗോഡ്, വി ലോസ്റ്റ് ദ കമ്മ്യൂണിയൻ വിത്ത് ഗോഡ്. സോ പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവമായിട്ടുള്ള ബന്ധമാണ്. ഈ ദിവസങ്ങളിൽ ഉപവാസത്തിൽ ഇരിക്കുന്ന ദൈവസഭയോട് തന്നെ ഞാൻ പറയട്ടെ, ഉപവാസ പ്രാർത്ഥന ആയതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് വരുന്നവരൊന്നും വലിയ പ്രാർത്ഥനക്കാരല്ല. പക്ഷേ ഒത്തിരി കാത്തിരിക്കുകയായിരുന്നു, എപ്പോഴാ ഇനി ഇതുപോലൊരു അവസരം കിട്ടുന്നേ, ഒന്ന് ഉപവസിക്കാൻ പറ്റുന്നേ, ഒരാഴ്ച ഒന്ന് വേർതിരിയാൻ പറ്റുന്നത്. They were seeking. എൻ്റെ കൊച്ചു ശുശ്രൂഷ ജീവിതത്തിൽ എനിക്കറിയാം, ചിലരൊക്കെ നമ്മുടെ അടുക്കൽ ചോദിക്കും, അടുത്ത ഉപവാസം എപ്പോഴാണെന്നൊന്ന് പറയാമോ പാസ്റ്ററെ? കാരണം ഞങ്ങളുടെ ലീവൊക്കെ സെറ്റ് ചെയ്യുന്ന സമയമാണ്. അപ്പൊ ഫാസ്റ്റിംഗ് എപ്പോഴായിരുന്നു എന്ന് അറിഞ്ഞായിരുന്നെങ്കിൽ അതനുസരിച്ചൊരു 3-4 ദിവസം ലീവ് എടുത്തിടാനായിരുന്നു. അപ്പൊ സഭ ഉപവാസം അനൗൺസ് ചെയ്തത് കൊണ്ടല്ല അവർ പ്രാർത്ഥിക്കുന്നത്. അവരുടെ പ്രാർത്ഥന കൊതിയുടെ ആ ഒരു ഇതിനു വേണ്ടി ചർച്ചിന്റെ ഫാസ്റ്റിങ്ങിനെ അവർ പ്രയോജനപ്പെടുത്തുകയാണ്. ഞാൻ ഇന്ന് നിങ്ങളോട് പറയട്ടെ, ചർച്ചിന്റെ ഫാസ്റ്റിങ്ങിനകത്ത് നിങ്ങൾ പങ്കുചേരേണ്ടിയവരല്ല, പകരം ചർച്ചിന്റെ ഫാസ്റ്റിങ്ങിനെ നിങ്ങൾ പ്രയോജനപ്പെടുത്തേണ്ടിയവരാ. ചർച്ചിന്റെ ഫാസ്റ്റിങ്ങിനെ നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യേണ്ടിയവരാ. ഓ ഈ ദിവസങ്ങളിൽ ചർച്ചിന്റെ ഫാസ്റ്റിങ്ങാ, എനിക്ക് തനിയെ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ സമയമില്ല, സൗകര്യമില്ല, അവിടെ എല്ലാവരും ഇരിക്കും, ഞാൻ അവിടെ പോയിരിക്കും, അവിടെ നടക്കുന്ന കാര്യം അവിടെ എന്തോട്ടെ, ഞാൻ അവിടെ നന്നായിട്ട് പ്രാർത്ഥിക്കും. ഞാൻ പ്രാർത്ഥിക്കും. നേരത്തെ ഞാൻ അവിടെ പോയിരിക്കും, ഞാൻ ഉറക്ക ഇന്ന് 2 പാട്ട് പാടുവാന്നെ, 2 പാട്ട് ഞാൻ ഉറക്ക കൈയടിച്ച് പാടും. ഈ ഫാസ്റ്റിംഗ് പ്രയർ എൻ്റെ ഒരു ചാൻസ് ആണെന്നേ, എനിക്ക് ദൈവം നൽകിയൊരു അവസരമാണ്. ഐ വിൽ യൂട്ടിലൈസ് ഇറ്റ്. ഞാനത് മാക്സിമം ഞാനത് പിഴിഞ്ഞെടുക്കും. നമ്മൾ കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പോൾ 2 വിധത്തിൽ പോകും. ഒന്ന്, കല്യാണത്തിന് പോയി തല കാണിച്ചിട്ട് വരുന്ന ഒരു കൂട്ടരുണ്ട്. മറ്റൊരു കൂട്ടര് കല്യാണത്തിന് വിളിക്കാൻ വരുമ്പോഴേ ചോദിക്കും, ആരാ കേറ്ററിംഗ് എന്ന് ചോദിക്കും, എന്തോ ഫുഡ് എന്ന് ചോദിക്കും. അത് അറിഞ്ഞ് കല്യാണത്തിന് പോകുന്നവരുണ്ട്. വാസ്തവത്തിൽ അങ്ങനെ ഈ നമ്മൾ ഒരു പ്ലേറ്റിന് 800 രൂപ, 1000 രൂപ, 500 രൂപയൊക്കെ കൊടുക്കുന്നത് വാസ്തവത്തിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടി മാത്രമേ മുതലാകത്തുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ 80 രൂപ 60 രൂപയുടെ സാധനത്തിന് തിരിച്ചു വീട്ടിൽ പോകുന്നവരാ. ബൊഫെ കഴിക്കാൻ പോകുമ്പം നമ്മൾ ഒരു ഫാമിലിയിൽ നിന്ന് നമ്മളൊരു 10 പേര് പോവുകയാണെങ്കിൽ ആ ബൊഫെ മുതലാക്കുന്നത് 4 പേര് മാത്രം. ഇതുപോലെയാണ് ഒരു ഉപവാസം ഉപയോഗിക്കുന്നവർ. നാളെ ദിനത്തിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാനും പ്രാർത്ഥിക്കുവാനും ആഗ്രഹിക്കുന്ന വിഷയം പ്രേയിങ് വിത്ത് അതോറിറ്റി എന്നുള്ള വിഷയമാണ്.
ഞാൻ അതിന്റെ ആമുഖം മാത്രമാണ് ഇന്ന് പറഞ്ഞത്. നാളെ ദൈവമക്കൾ ശ്രദ്ധയോടുകൂടി വരിക. നാളെ ഒരു പ്രധാന വിഷയമാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങളിൽ എത്ര പേർ അത് ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് അറിയുകയില്ല. പക്ഷെ ഈ ദിവസങ്ങളിലൊക്കെ പരിശുദ്ധാത്മാവിനെ ഭയങ്കരം ഏർജ് ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ശാന്തമായി നിന്ന് ഞാൻ ഇത്ര ഫോഴ്സ്ഫുള്ളി നിങ്ങളെ ഈ കാര്യങ്ങൾ പറഞ്ഞ് അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. സാധാരണമായി ഞാൻ ഒരു മെസ്സേജ് എടുക്കുമ്പോൾ അതിനകത്ത് ഒരു 20-25 വാക്യങ്ങളൊക്കെ കാണും. ഞാൻ ഇന്ന് പറഞ്ഞ വാക്യങ്ങൾ പോലും റെഫറൻസ് എടുക്കാതെ പറഞ്ഞു പോവുക. ഐ വാണ്ട് ടു ഷെയർ സംതിങ് വിത്ത് യു. പ്രേ വിത്ത് അതോറിറ്റി. നാളെ രാത്രി നമുക്ക് അത് ധ്യാനിക്കാം. ആരാധനാ ദിവസത്തിൽ അധികാരത്തോടെ പ്രാർത്ഥിക്കാം. അധികാരത്തോടെ പ്രാർത്ഥിക്കാം. ഭയങ്കര ചലനങ്ങൾ സംഭവിക്കും അധികാരത്തോടെയുള്ള പ്രാർത്ഥനയിൽ. നിങ്ങൾ ഇതുവരെയും അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലെങ്കിൽ യു മസ്റ്റ് സ്റ്റാർട്ട്. കർത്താവെ, കരുണയുള്ള പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് ദൈവപാദം അടുത്ത് വന്ന് തിരുമുഖത്തേക്ക് നിങ്ങളുടെ കണ്ണുകൾ ഉയർത്തുന്നു. ഉപവാസത്തിലും പ്രാർത്ഥനയിലുമായിരിക്കുന്ന ദൈവസഭയെ, അഭിഷക്തന്മാരെ, കുടുംബങ്ങളെ ദൈവകരങ്ങളിൽ ബലമുള്ള കരത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ഉപവാസത്തിന്റെ അടുത്ത ലെവലുകളിലേക്ക്, അടുത്ത ദിവസങ്ങളിലേക്ക് നീങ്ങുമ്പോൾ സഭ അടുത്ത ലെവലുകളിലേക്ക് ഷിഫ്റ്റ് ആകട്ടെ. പരിശുദ്ധാത്മാവിന്റെ അസാധാരണമായ ഫലങ്ങൾ തുറന്നു വരണമേ. കൃപാവരങ്ങൾ പകരണമേ. പ്രാർത്ഥനയുടെ അഭിഷേകം, പ്രാർത്ഥനയുടെ കൃപ അനേകരുടെ മേൽ വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിനരാത്രങ്ങൾ ഭയങ്കര ദൈവശക്തിയുടെ ദിനരാത്രങ്ങളാകണമേ. ആരും രോഗികളാകരുതേ, ബലഹീനരാകരുതേ. കർത്താവ്, ഹിൻഡ്രൻസ് ആയിട്ടുള്ള ഷിഫ്റ്റുകൾ സംഭവിക്കരുതേ. ദൈവകൃപയ്ക്കകത്ത് പൊതിയണമേ. ദൈവ സാന്നിധ്യത്തിൽ മറയ്ക്കണമേ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ബലപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. God bless you. God bless you.